ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ കോടതിയായ ആപ്കി അദാലത്തിൽ രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു മൾട്ടി ടാലന്റഡ് വെർസറ്റൈൽ ഫിലിം സ്റ്റാർ. അദ്ദേഹത്തെ നിങ്ങൾ മനസ്സുകൊണ്ട് ആരാധിക്കുന്നു. ഒരു ആക്ടറായും ഒരു ഡയറക്ടറായും ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ഹിറ്റാണ്. ഇദ്ദേഹം എഴുതിയ ഡയലോഗ്സ് എല്ലാം ലോകം മുഴുവനും പ്രശസ്തവുമാണ്. പ്ലീസ് വെൽക്കം പെർഫോമർ, ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഫർഹാൻ അക്തർ. ഇന്നത്തെ നമ്മുടെ ജഡ്ജി വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു വ്യക്തിയാണ്. ഇന്ത്യൻ പട്ടാളത്തിലെ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വൺ ഓഫ് ദി മോസ്റ്റ് ഡെക്കറേറ്റഡ് ഓഫീസർ എന്ന് പറയും. ഡിഫൻസ് എക്സ്പേർട്സ്. അദ്ദേഹം ഭാരതത്തിന്റെ പല പോരാട്ടങ്ങളിലും വളരെ ധൈര്യത്തോടെ പോരാടിയ വ്യക്തിയാണ്. പ്ലീസ് വെൽക്കം റിട്ടയർ മേജർ ജനറൽ സഞ്ജയ് സൂരി. വിചാരണ തുടങ്ങാം. ശരി, വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ ഫർഹാൻ അക്തറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഫർഹാൻ അക്തറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു ഡാർക്ക് ഹോഴ്സ് ആണ് എന്നുള്ളതാണ്. ഫർഹാൻ, താങ്കളുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി. പറയൂ. താങ്കളുടെ അച്ഛന്റെ പേര് ജാവീദ് അക്തർ. താങ്കൾ വളരെ സൈലന്റായ ഒരു വ്യക്തിയാണ്. റൂമിൽ തന്നെ ഇരിക്കും, ആരോടും സംസാരിക്കാറില്ല, ആരോടും വഴക്കും ഉണ്ടാക്കാറില്ല. അതെ. പക്ഷെ താങ്കളുടെ സഹോദരി പറയുന്നു അവരുടെ മുഖത്ത് താങ്കൾ കുത്തുവന്നു. അല്ല, അത് അറിയാതെ ഒരു തവണ അവളുടെ മുഖത്ത് കൊണ്ടതാ. പിന്നെ ഞാൻ പകുതി പാർസ് ചെയ്തുകൊണ്ട് പകുതി യോദ്ധാവായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ ലോകത്ത് ഒറ്റയ്ക്കാണ് ഉണ്ടാവാറ്. എനിക്ക് കഥ എഴുതുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. ഞാൻ സ്കൂൾ ബസ്സിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കഥ പറഞ്ഞുകൊണ്ടാണ് പോവാറ്. ഒരിക്കലും ഞാൻ ബസ്സിലിരുന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഞാൻ സ്കൂളിലെത്തിയ ഉടനെ എൻ്റെ കയ്യിലൊരു ഫോറിൻ പട്ടമുണ്ട്, അതും എടുത്ത് ഞാൻ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോയിട്ട് താഴേക്കൊരൊറ്റ ചാട്ടം ചാടും. ആ പട്ടം എന്നെയും വലിച്ചുകൊണ്ട് സ്കൂളിന്റെ ഡോർ വരെ എത്തിക്കുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട ഒരു പയ്യൻ ഒരിക്കലും കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി പട്ടം എടുത്തുകൊണ്ട്. പിന്നെ അവന്റെ പേരൻസ് വന്നിട്ട് മെല്ലെ അവനെ പിടിച്ചോണ്ട് വന്നതാ. പിന്നെ ഈ കഥകളൊന്നും എൻ്റെ അച്ഛനറിയില്ല. താങ്കൾക്ക് കള്ളം പറയുന്ന ശീലമുണ്ടെന്ന് പറയുന്നു, എല്ലാവരോടും കള്ളം പറയുന്നു. അതെ, ഞാൻ ഒരുപാട് കള്ളം പറയാറുണ്ട്. ഞാൻ ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ പക്കൽ ഇതുപോലെ വ്യത്യസ്തമായ ഒരുപാട് കഥകളുണ്ട് എന്ന്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഓർത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. അവരെപ്പോഴും പറയും ഞാൻ പഠനത്തിൽ ഭയങ്കര പുറകോട്ടാണെന്ന്. ഞാൻ കോളേജിലേക്കാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്ലാസ്സും കട്ട് ചെയ്ത് തിയേറ്ററിലൊക്കെ പോകാറുണ്ടായിരുന്നു. പിന്നെ ട്യൂഷന് പോകണമെന്നും പറഞ്ഞ് അതും കട്ട് ചെയ്ത് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലെത്തി. ഞാൻ പറഞ്ഞു എനിക്ക് ട്യൂഷന് പോകാനുണ്ടെന്ന്. അപ്പോൾ അമ്മ ചിന്തിച്ചു, ഇവൻ ട്യൂഷന് പോകണമെന്ന് പറഞ്ഞ് ദിവസവും പോകുന്നുണ്ടല്ലോ, പക്ഷെ മാർക്ക് കൂടുന്നില്ലല്ലോ എന്ന്. വേറൊരു ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോൾ 2 മണിക്കൂർ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന പോലെ ബാഗൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാനന്ന് വന്നിരുന്നത്. പഠിച്ച് ക്ഷീണിച്ച് വീട്ടിൽ തിരിച്ചെത്തിയതുപോലെ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി വാതിൽ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അന്ന് അമ്മയുടെ തൊട്ടടുത്തായിട്ട് എൻ്റെ ട്യൂഷൻ ടീച്ചറും ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇവിടെയുള്ളവരിൽ എത്ര പേർക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിരിക്കുമെന്ന്. അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ സമയത്ത് ഭൂമി തന്നെ നിശ്ചലമായി പോയ പോലെ തോന്നി സാർ. എൻ്റെ കൈയും കാലും ഒക്കെ കിടന്ന് വിറക്കിയായിരുന്നു. ചെവിയൊക്കെ വല്ലാതെ ചൂടായിട്ട് വന്നു. പിന്നെ ബ്ലഡ് പ്രഷർ വല്ലാണ്ടങ്ങ് കൂടി. പിന്നെ അന്ന് എനിക്ക് ഒരുപാട് തല്ലും കിട്ടി. അങ്ങനെ അതിനുശേഷം ഞാൻ കുറച്ച് ദിവസത്തേക്ക് പേരിന് ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഒന്ന് പോയി. പിന്നെ ജാവീദ് സാറിന് താങ്കളുടെ ഉള്ളിൽ ഇത്രയും ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലായില്ല. താങ്കൾ മിമിക്രി ചെയ്യും, ഡാൻസ് കളിക്കും, ഇതൊന്നും അദ്ദേഹം മനസ്സിലാക്കിയതേയില്ല. അതെ, എനിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ, സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പണ്ടും നാണിക്കും ഇപ്പോഴും നാണിക്കും. അദ്ദേഹം ഒരാളുടെ മുന്നിൽ വെച്ച് മാത്രമേ എനിക്ക് ഓപ്പണായിട്ട് ഹിന്ദുസ്ഥാനിയിൽ സംസാരിക്കാൻ പറ്റാത്തത് ഇപ്പോഴും. കാരണം എനിക്കെങ്ങാനും വല്ല തെറ്റുപറ്റുമെന്ന് ഞാൻ ചിന്തിക്കും. അദ്ദേഹത്തിന് ആ ലാംഗ്വേജിൽ വലിയ അറിവാണല്ലോ. അദ്ദേഹത്തിന്റെ സ്വന്തം ലാംഗ്വേജാ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറും. അതെ, ഹോണസ്റ്റ്ലി അദ്ദേഹം എന്നോട് ചോദിക്കും, നീ എന്താ എൻ്റെ മുന്നിൽ ഹിന്ദിയിൽ സംസാരിക്കാത്തത്? നിന്റെ ഹിന്ദി ശരിക്കും പറഞ്ഞാൽ നല്ല ഹിന്ദിയാണല്ലോ. സോ ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഡാൻസിങ് മുതൽ മിമിക്രി വരെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ
ഓപ്പണായിട്ട് സംസാരിക്കാൻ പോലും ഞാൻ എപ്പോഴും ഒന്ന് മടിക്കാറുണ്ട്, സത്യമായിട്ടും. സോ കള്ളം പറയാറുണ്ട്, ക്ലാസ്സിന് പോകാറില്ല, ശരിക്ക് പഠിക്കുകയില്ല. ആർക്കും ഒരു പ്രയോജനമില്ലാത്ത പ്രവർത്തികളായിരിക്കും അതെ അതെ ചെയ്യുന്നത്. ശരിയാ. അതെ, ഒന്നിനും പ്രയോജനമില്ലാത്തവരുടെ ലിസ്റ്റിൽ ഞാൻ ഫസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് വളരെ അധികമായിരുന്നു. ആ സമയത്ത് എനിക്ക് ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതിലും വലിയ താല്പര്യമായിരുന്നു. സോ സ്കൂളിലൊക്കെ ഓരോ പരിപാടികളുണ്ടായിരുന്നപ്പോൾ എന്നെ എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. ഒന്നുകിൽ ഡാൻസ് കളിക്കാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ പറയും. പിന്നെ പാർട്ടികളിലും എപ്പോഴും ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പാർട്ടികൾ നടക്കുമ്പോൾ ആ വീട്ടിനകത്ത് ഞാൻ എവിടെയാണെങ്കിലും പെർഫോം ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് അധികമായിരുന്നു. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ ഫാമിലി എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഇവൻ ഭാവിയിൽ എന്ത് തന്നെ ആയാലും ഏതെങ്കിലും വിധേന ഞാൻ സിനിമയിലെത്തുമെന്ന്. അങ്ങനെയായിരുന്നു അവർ അന്നേ ചിന്തിച്ചത്. പിന്നെ താങ്കൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയപ്പോൾ താങ്കളുടെ 17ാമത്തെ വയസ്സിൽ താങ്കൾ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് അതെ. ജോലിക്ക് പോയി. പക്ഷേ വലിയൊരു സിനിമയാണ് യശ് ചോപ്രയുടെ സിനിമ. ശ്രീദേവി ആയിരുന്നു ആർട്ടിസ്റ്റ്. അതെ താങ്കൾ ശ്രീദേവിയെ വീഴ്ത്തിക്കളഞ്ഞു. സാർ, ശ്രീദേവിയെ വീഴ്ത്താൻ മാത്രം ഞാൻ ആരാ സാർ? പക്ഷേ അങ്ങനെ ഒരു സംഭവം അന്ന് നടന്നിരുന്നു. ഞാനന്ന് അസിസ്റ്റന്റ് ക്യാമറാമാനായിരുന്നു. മൻമോഹൻ സിംഗ് സാറും ഉണ്ടായിരുന്നു, മൻജി എന്ന് അദ്ദേഹത്തെ വിളിക്കാറ്. അദ്ദേഹം യാഷ് ചോപ്രയുടെ ക്യാമറാമാനായിരുന്നു. അന്ന് ഈ സെറ്റിലൊക്കെ പണിയെടുക്കാന്ന് വെച്ചാൽ ആ പണിക്കൊന്നും ഒരു സ്ട്രക്ചറൊന്നും ഉണ്ടാവില്ല. ഞാനന്ന് അദ്ദേഹത്തിൻ്റെ 7ാമത്തെയോ 8ാമത്തെയോ അസിസ്റ്റന്റ് ആയിരുന്നു. സോ യശ് ചോപ്ര സാറിൻ്റെ സിനിമയ്ക്കകത്ത് എപ്പോഴും ഒരു ഡാൻസ് സീൻ ഉണ്ടാവും. മൂമെന്റ്സ് ഓഫ് പാഷൻ, മൂമെന്റ്സ് ഓഫ് റേജ്. അങ്ങനെയുള്ള സമയത്ത് ശ്രീദേവി മാഡം അന്ന് ഒരു ബാഡ് ന്യൂസ് കേട്ടു. സോ അവരുടെ ഡാൻസിൽ അവർ അവരുടെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ എൻഡിൽ ലാസ്റ്റ് സീനിൽ ഫൈനൽ ഷോട്ട്സ് ഉണ്ടായിരുന്നു. അതൊരു ക്രെയിൻ ഷോട്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു വുഡൻ ഫ്ലോറിൽ അവരുടെ വീട്ടിൽ ഒരു സെറ്റ് ഇട്ടിരുന്നു. പിന്നെ ഒരു ക്രെയിൻ ഷോട്ട്. മഞ്ജിത ഇങ്ങനെയായിരുന്നു ഇരുന്നത്, ക്യാമറ നോക്കുകയായിരുന്നു. പിന്നെ ശ്രീദേവി മാഡം സരോജി മാഡത്തിൻ്റെ കൂടെ കൊറിയോഗ്രാഫി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും റെഡിയായി. പിന്നെ മഞ്ജു ലെൻസ് വഴി എന്തോ കണ്ടിട്ട്, അയ്യോ ദേ അവിടെ നോക്കിയേ, തറയിൽ അവിടെ എന്തോ കറിയായിട്ടുണ്ട്, അത് ആരെങ്കിലും ഒന്ന് പോയിട്ട് ക്ലീൻ ചെയ്തേ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പോയി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ബക്കറ്റും ഒരു തുണിയും എടുത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. മുട്ടുകുത്തിയിരുന്നുകൊണ്ട് തറ തുടയ്ക്കാൻ തുടങ്ങി. ഞാൻ തറ ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നു. സെറ്റ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മേലെയുള്ള മഞ്ജുയോട് ചോദിച്ചു, ദേ നോക്ക്, ഇവിടെയാണോ അവിടെയാണോ എന്നൊക്കെ. അങ്ങനെ ചോദിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ശ്രീദേവി മേഡം എൻ്റെ നേരെ വരുന്നുണ്ടായിരുന്നു. ഞാൻ തറയും പോളിഷ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ അവരുടെ കാല് വഴുക്കി അവരവിടെ വീണു. ഞാനീ പറഞ്ഞതൊക്കെ സത്യമാണ്. ജീവിതത്തിൽ ഇതൊക്കെ റെയറായിട്ടേ നടക്കൂ. ആളുകളൊക്കെ പറയാറുണ്ട്, വണ്ടി ആക്സിഡൻറ്റിൽ പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സ്ലോ മോഷനിൽ കാണാൻ തുടങ്ങുമെന്ന്. അങ്ങനെ എല്ലാ കാര്യവും ഓർമ്മയിൽ നിൽക്കും. അതേപോലെ തന്നെയാണ് ശ്രീദേവി മേഡം ഒന്ന് വഴുക്കി വീണത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ തറയിലായിരുന്നു, ശ്രീദേവി മേഡം ആണെങ്കിൽ കാറ്റിലിതേ ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു. അല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. അവരുടെ കാല് രണ്ടും ദേ എയറിൽ ഇങ്ങനെ പറക്കുകയായിരുന്നു. പെട്ടെന്ന് ദേ അവരെൻ്റെ മുന്നിൽ പടാന്നും പറഞ്ഞു വീണു. ഞാനാണെങ്കിൽ സ്റ്റണ്ടായിട്ട് ഇരിക്കുകയായിരുന്നു. അവരാണെങ്കിൽ അവിടെ ഒരേ കിടത്തവും. ശേഷം സെറ്റ് മുഴുവനും സൈലൻ്റായി. നിങ്ങൾ എപ്പോഴേലും സിനിമ സെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവിടെ ഒരിക്കലും സൈലൻ്റായിട്ട് ആരും ഉണ്ടാവില്ല. എപ്പോഴും എന്തെങ്കിലും ശബ്ദം കേൾക്കാം. പക്ഷേ അന്ന് ആ സമയത്ത് എത്രമാത്രം സൈലൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശ്വാസം, ഹൃദയമിടിപ്പ് എല്ലാം തന്നെ അന്ന് കേൾക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അതിൽ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു എൻ്റെ കരിയർ അതോടെ തീർന്നു എന്ന്. അതിനുശേഷം എനിക്ക് ഒരു സിനിമയിലും ഒരു പണിയും കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ശ്രീദേവി മേഡം, ഞാൻ അവരോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അവർ മെല്ലെ മെല്ലെ ചിരിക്കാൻ തുടങ്ങി. അവർ ചിരിക്കാൻ തുടങ്ങിയതോടെ ഞാനും വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്ന്. നെർവസ് ആയിരുന്ന ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാ ചിരിച്ചതെന്നറിയോ? ആ അതെ, ഇങ്ങനെ തന്നെ. പിന്നെ പ്രശ്നമൊന്നുമില്ല, എഴുന്നേക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റു. അതുപോലെ അവരെന്നോടും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. സോ എൻ്റെ കരിയർ സ്റ്റാർട്ടായത് പറഞ്ഞു വരുമ്പോൾ അവർ കാരണമാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിങ്ങനെ ഇരിക്കുന്നത്. ഇതാ നോക്കൂ, താങ്കളുടെ കരിയറിൽ താങ്കൾ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. താങ്കളുടെ 25ാമത്തെ വയസ്സിൽ തന്നെ താങ്കൾ നല്ലൊരു ഡയറക്ടർ ആകുകയും ചെയ്തു. അതും എങ്ങനെയുള്ള സിനിമയാണെന്ന് വെച്ചാൽ താങ്കൾ സൂപ്പർ സ്റ്റാർ അമീർ ഖാനെയാണ് കാസ്റ്റ് ചെയ്തത്. അതെ, അത് അമീർ ഖാനെ കാസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് എനിക്ക് ആ പടം എഴുതുന്ന സമയത്ത് എന്താ തോന്നിയതെന്ന് വെച്ചാൽ, അന്ന് ആക്ച്വലി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേര് ഋത്വിക്. അദ്ദേഹം അതിൻ്റെ മുന്നത്തെ വർഷമായിരുന്നു ഡെബ്യൂ ചെയ്തിരുന്നത്. അഭിഷേക് ബച്ചൻ, അദ്ദേഹവും 2000-ലാണ് ഡെബ്യൂ ചെയ്തത്. പിന്നെ അക്ഷയ് ഖന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ പടം ഹിമാലയ പുത്ര. സോ ഞാൻ വിചാരിച്ചത് 3 യങ് ആർട്ടിസ്റ്റുകളാണ്, അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യണം. ദിൽ ചാത്തെ പോലെ ഒരു പടമാണ്. പക്ഷേ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അവർ നോ പറഞ്ഞു, അക്ഷയ് സാറ് ഒഴികെയുള്ളവർ. പിന്നെ ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അമീർ ആ പടത്തിന് ഓക്കെ പറയുമെന്ന്. സോ ഞാൻ എല്ലാവരെയും മീറ്റ് ചെയ്തു. അന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവരെല്ലാം ഞാൻ കണ്ടു. ഞാൻ എല്ലാവരുടെ വാതിലും പോയി മുട്ടി. പക്ഷേ അവരെല്ലാം പറഞ്ഞത് അവർക്ക് മൾട്ടി ഹീറോ പടം ചെയ്യാൻ താല്പര്യമില്ല എന്നായിരുന്നു.
ആ കാലഘട്ടം 90s കാലഘട്ടമായിരുന്നു. ലേറ്റ് 90സിലൊക്കെ അധികവും ലവ് ട്രയാങ്കിൾ സ്റ്റോറീസ് ആയിരുന്നു. എല്ലാവർക്കും ലവ് ട്രയാങ്കിൾ ആയിരുന്നു ചെയ്യാൻ താല്പര്യം. ഒരുത്തൻ ഒരു കുട്ടിയെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടി വേറൊരുത്തനെ സ്നേഹിക്കും, അങ്ങനെ വേറൊരുത്തന്റെ ഹൃദയം നുറങ്ങും, സാജൻ പോലെ. പിന്നെ പടത്തിൽ സാഡ് സോങ്സ് ഒക്കെ ഉണ്ടാവും. പടം കാണുമ്പോൾ എല്ലാവർക്കും ഒരു സിമ്പതി തോന്നും. എല്ലാവർക്കും അതായിരുന്നു താല്പര്യം. സോ ഞാൻ അവസാനം അമീറിനോടും ഇതേ കാര്യം തന്നെയായിരുന്നു പറഞ്ഞത്. എനിക്ക് വേറെ ഒരു ചോയ്സും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത് എന്ന്. അങ്ങനെ ഞാൻ അമീറിൻ്റെ അടുത്തേക്ക് പോയി. അമീറിൻ്റെ കഥ കേട്ടു. പിന്നെ അദ്ദേഹം എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, അന്ന് ഡയലോഗ്സ് ഒക്കെ ഇംഗ്ലീഷിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അദ്ദേഹം പറഞ്ഞു, സ്ക്രിപ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമായി, നീ ഒരു കാര്യം ചെയ്യ്, ഈ പടവും ഇംഗ്ലീഷിൽ തന്നെ എടുത്തോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ സാർ, ഇംഗ്ലീഷിലൊന്നും എടുക്കാൻ പറ്റില്ല, ഇതൊരു ഹിന്ദി പടമാണ് എന്ന്. അദ്ദേഹം ചോദിച്ചു, പിന്നെ എന്തിനാ ഹിന്ദി പടത്തിൽ ഇംഗ്ലീഷ് ഡയലോഗ് എഴുതിയിരിക്കുന്നതെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഹിന്ദിയിലേക്ക് എഴുതിയിട്ട് തിരിച്ചു വരാമെന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ചു. ഹിന്ദിയിൽ എഴുതിയ ഡയലോഗ്സൊക്കെ അദ്ദേഹം കേട്ടു. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യ്, എനിക്കിത് 3 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. സോ ഞാൻ 3 മാസം വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ബിസി ആയിട്ടിരുന്നു. അങ്ങനെ 8 മാസം കടന്നുപോയി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അവിടെ വീട്ടിന്റെ മുന്നിൽ തന്നെ ഒരു സെക്യൂരിറ്റി ക്യാമറ ഉണ്ടായിരുന്നു. ഒരു ബെല്ലമർത്തിയാൽ നമ്മുടെ മുഖം അവർക്ക് അകത്ത് കാണാൻ പറ്റും. സോ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റും എടുത്ത് അവിടെ നിന്നു. എന്നിട്ട് ബെല്ലമർത്തിയിട്ട് ആ ക്യാമറയിൽ നോക്കി ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. എന്നിട്ട് അദ്ദേഹം ഓക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രത്യേക ധൈര്യം ഉണ്ടായിരുന്നു, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്ന. പക്ഷേ ജനങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ജാവീദ് അക്തർ സാറിന്റെ മകൻ അദ്ദേഹം അമീർ ഖാൻ ഒരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ എപ്പോഴേ അദ്ദേഹം ഓക്കെ പറയുമായിരുന്നില്ലേ? ഇല്ല, അങ്ങനെ ഒരു സംഭവം നടന്നില്ല. അങ്ങനെ നടക്കാഞ്ഞത് നന്നായി എന്ന് പറയാം. എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. അതായത്, അദ്ദേഹം നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നല്ലോ, നീ കണ്ടോ, ഇല്ലെങ്കിൽ ഞാനൊന്ന് വിളിച്ചു നോക്കണോ എന്ന്. അദ്ദേഹം ഇതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു, പക്ഷേ പിന്നീട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ ആമിർ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഈ കഥ കേട്ടപ്പോൾ ഞാൻ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആമിർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഫോൺ ചെയ്യാഞ്ഞത് വളരെ നന്നായി, ഒരുപക്ഷെ നിങ്ങൾ ഫോൺ ചെയ്തിരുന്നെങ്കിൽ നമുക്കിന്ന് കണ്ടുമുട്ടാൻ കഴിയില്ലായിരുന്നു എന്ന്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് ശരിക്കും താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ടെസ്റ്റ് ചെയ്തതാണ്. ഈ സിനിമ ഞാൻ തന്നെ ചെയ്യണമെന്ന് അവൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത്. അങ്ങനെ ഞാൻ 8 മാസം വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് പടം ചെയ്യാൻ കഴിഞ്ഞത്. ആ സിനിമ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആ സിനിമയിൽ സൈഫ് അലി ഖാൻ അവസാന നിമിഷത്തിൽ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മാറിയെന്ന് കേട്ടു. അതെ അതെ, ശരിയാണ്, അത് സത്യമാണ്. അന്നൊരു 10 ദിവസം കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി. സോ ഞങ്ങൾ അതിന്റെ ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് സൈഫിന്റെ അടുത്തുനിന്ന് ഒരു കോൾ വന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് വളരെ നല്ലൊരു പടം കിട്ടിയിട്ടുണ്ട്, ഒരു ലവ് ട്രയാങ്കിൾ. അത് അദ്ദേഹത്തിന് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതിലെ റോളും വളരെ നല്ലതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേട്ട് ഞങ്ങളൊക്കെ ആകെ അങ്ങ് തകർന്നു പോയി. ഞങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ട്രെയിനിങ്ങും റിഹേഴ്സലും എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഒരു എമർജൻസി മീറ്റിംഗ് വിളിച്ചു. ഈ ക്യാബിനറ്റ് മീറ്റിംഗ് പോലെ ഞങ്ങളുടേതായിട്ടുള്ളൊരു മീറ്റിംഗ് നടന്നു. അത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വെച്ചാണ് നടന്നത്. അന്ന് റിതേഷ്, എൻ്റെ പാർട്ട്ണർ, അദ്ദേഹം ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, പിന്നെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു, പിന്നെ ആമിറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു, സൈഫ് കുറച്ച് നേരത്തിനുള്ളിൽ ഇങ്ങ് എത്തും, അദ്ദേഹം ഇങ്ങ് എത്തിയാൽ പിന്നെ എങ്ങനെ അദ്ദേഹത്തോട് പറയുക, എങ്ങനെയാണ് ഈ പടത്തിന് വേണ്ടി ഒന്ന് കൺവിൻസ് ചെയ്യിക്കുക എന്നൊക്കെ ആലോചിച്ചു. സോ എങ്ങനെയൊക്കെയോ അന്ന് ഈവനിങ് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ചു. ആമിർ അന്ന് സൈഫിനോട് പറഞ്ഞ കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത്, നീ ഈ പടം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് നീ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കുമെന്ന്, ഈ പടം ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം എങ്ങനെയൊക്കെയോ കൺവിൻസ്ഡ് ആയി. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഐ ആം വെരി വെരി ഹാപ്പി അദ്ദേഹം ആ പടം ചെയ്തു. സൈഫ് വരുന്നതിന് മുന്നേ അമീർ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരുപക്ഷെ മീറ്റിംഗ് കഴിഞ്ഞിട്ടും സൈഫ് പടം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഈ റോള് ചെയ്യാൻ പിന്നെ ഒരേ ഒരാളെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാനും അത് ആരാണെന്ന് അറിയാൻ വേണ്ടി എക്സൈറ്റഡ് ആയി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് അദ്ദേഹം എന്ന്. അദ്ദേഹം നീയാണെന്ന് പറഞ്ഞു. പക്ഷേ താങ്കളുടെ ഓവർ കോൺഫിഡൻസിനെ കുറിച്ച് അമിതാഭ് ബച്ചൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെ, താങ്കളുടെ 30ാമത്തെ വയസ്സിൽ താങ്കൾ ഫിലിം ഡയറക്ട് ചെയ്തു. അതെ. അമിതാഭ് ബച്ചൻ അതിൽ അഭിനയിക്കുകയും ചെയ്തു. അവിടെ എങ്ങനെ അഭിനയിക്കണമെന്ന് അമിതാഭ് ബച്ചന് താങ്കൾ പഠിപ്പിച്ചു? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മാസ്റ്റർ വന്നിരിക്കുകയാണ്, ആക്ടിംഗ് പഠിപ്പിച്ചു തരാൻ പോവുകയാണെന്ന് അദ്ദേഹം ആക്ച്വലി പറഞ്ഞു. എന്താ നടന്നതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനന്നൊരു റൂമിനകത്തേക്ക് പോയി, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സോ അദ്ദേഹം അന്ന് ഫസ്റ്റ് ഡേ തന്നെ വന്നു. ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് അദ്ദേഹത്തിൻ്റെതായിരുന്നു. അതൊരു ആർമി ക്യാമ്പുള്ള സ്ഥലമായിരുന്നു, അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ യങ് ആയിരുന്നല്ലോ. ആദ്യമായിട്ടായിരുന്നു എനിക്ക് ഈ ആർമി ലൈഫിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടിയത്. സോ ആ ഒരു ലൈഫിനെ പറ്റി നമ്മുടെ ജഡ്ജി സാറ് പറയും, കാരണം അദ്ദേഹം ആ ഒരു ജീവിതം ജീവിച്ച ആളാണ്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് അവിടെ ഒരു കണിശത കാണാൻ സാധിക്കും. അവിടെ ഒരു ലിബർട്ടിയും ഇല്ല. 2 മിനിറ്റ് ലേറ്റ് ആവാനോ 2 മിനിറ്റ് മുന്നേ വരാനോ ഒന്നും പറ്റില്ല. സോ അവർ ഞങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ സമയത്ത് തന്നെ കൃത്യമായിട്ട് കന്റോൺമെന്റിനകത്തേക്ക് വരണം, നിങ്ങളുടെ ജോലി ഞങ്ങൾ തന്ന സമയത്തിനിടയിൽ മാത്രമേ നടക്കൂ, ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ ഇവിടം വിട്ട് പോവുകയും വേണം, അതായത് ഒരു കട്ടർ സ്റ്റാൻഡ് പോലും അവിടെ വെച്ച് വരാൻ പാടില്ല എന്ന്.
ആ സമയത്ത് ഞാൻ വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം പറയുകയാണെങ്കിൽ ഈ ഷൂട്ടിംഗ് അത് കറക്റ്റ് സമയത്ത് തന്നെ നടക്കണം. കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും പെർമിഷൻ എടുക്കേണ്ടതായിട്ട് വരും. കാരണം ഈ കന്റോൺമെന്റ് ഏരിയ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണല്ലോ, അറിയാലോ. സോ ആ ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് സമയം വേണ്ടി വന്നു. ആ സമയത്ത് എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ അത്രയും പ്രഷറിലാണ് ഇരിക്കുന്നത്. പറ്റുകയാണെങ്കിൽ ഒരു തവണ അദ്ദേഹത്തിന്റെ റൂമിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. അദ്ദേഹത്തോട് കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതി. സോ അതിന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ചെയ്യണം, എന്നാലേ നാളെ സെറ്റിലേക്ക് വരുന്ന സമയത്ത് എല്ലാം തന്നെ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. പക്ഷേ അത് ചിലപ്പോൾ എൻ്റെ ഒരു എൻതൂസിയാസമാണെന്ന് പറയാം. അദ്ദേഹം ചിലപ്പോൾ ഈ രീതിയിൽ ചിന്തിച്ചിരിക്കാം. അതായത് ഒരു യങ് ഡയറക്ടർ അദ്ദേഹത്തോട് ചെന്ന് പറയാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാമെന്ന്. ഇത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എനിക്കാണെങ്കിൽ അത് പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന്. പിന്നെ ഞാൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു ഫോർ ദാറ്റ്. പക്ഷേ ഇന്റൻഷൻ ഒരിക്കലും അതായിരുന്നില്ല. ഞാനെന്ന് ആഗ്രഹിച്ചത് നമ്മൾ അവിടെ ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ, അത് സമയത്തിനുള്ളിൽ തീർക്കണമെന്ന് മാത്രമായിരുന്നു, വേറൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നത് ഈസി ആയിരുന്നു. വളരെ ഈസി ആയിരുന്നു. അദ്ദേഹം വളരെ പ്രൊഫഷണലാണ് രജത് സാർ. ഞങ്ങളൊരു സീൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എത്ര പേർ ആ പടം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ലക്ഷ്യ ഋത്തിക്ക് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫ്ലാഗ് അവിടെ ഉയർത്തി മുകളിലോട്ട് ഫയർ ചെയ്തപ്പോൾ ബൈനോക്കുലർ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കമാൻഡർ ഓഫീസർ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേണൽ സുനിൽ ദാംബ്ലെ ആയിരുന്നു അത്. പിന്നെ അത് അദ്ദേഹം കണ്ടിട്ട് വളരെ സന്തോഷിക്കും. അതൊരു ഏർലി മോർണിംഗ് ഷോട്ടായിരുന്നു, സൺറൈസ് സമയത്തെ ഷോട്ട്. ഞങ്ങൾ ലൊക്കേഷനിലോട്ട് പോയ സമയത്ത് വളരെ ഇരുട്ടായിരുന്നു. ഇരുട്ടിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്യണമായിരുന്നു. കാരണം സൂര്യന്റെ ആദ്യത്തെ കിരണം അത് വരുമ്പോൾ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യണം. സോ ഞങ്ങളവിടെ ആ ഇരുട്ടിൽ ഒരു സർവീസ് ലൈറ്റും കൊണ്ടാണ് പോയത്. അത് ക്രൂ വെച്ചിരുന്നതായിരുന്നു, അതും കത്തിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളവിടെ ഒരു കാഴ്ച കണ്ടു. അവിടെ ഒരു മലയുടെ മുകളിൽ ഒരു വ്യക്തി മലയിൽ ചെയറുകൾ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതാരായിരിക്കും ഇത്ര നേരത്തെ വന്നത് എന്ന് ഞങ്ങൾ ചിന്തിച്ചു. കാരണം ക്രൂവും ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഇത് ആരായിരിക്കും എന്ന് ചിന്തിച്ചു. അവിടെ പോയി നോക്കിയപ്പോൾ ആയിരിക്കുന്നത് ബച്ചൻ സാറായിരുന്നു. സീരിയസ്ലി, സത്യമായിട്ടും അദ്ദേഹം ആ കോസ്റ്റ്യൂമിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ആ ഒരു സീനിന്റെ മൂഡിലേക്ക് കൊണ്ടുവരാനായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. രാത്രി മുഴുവനും വെയിറ്റ് ചെയ്തു, അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ പ്രിപ്പറേഷൻ അപാരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എനിക്ക് ആസ് എ ഡയറക്ടർ ഓൾസോ, പിന്നെ ഫ്യൂച്ചറിൽ ഒരു ആക്ടർ എന്ന നിലയിലും കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തുനിന്നാണ് പഠിച്ചത്. അത്ര പെട്ടെന്നൊന്നും ആർക്കും വലിയ ആർട്ടിസ്റ്റ് ഇല്ല, ആവും. ഒരിക്കലും ഇല്ല. അത് അദ്ദേഹത്തിന്റെ അതായത് അദ്ദേഹം തന്റെ കരിയർ തുടങ്ങിയത് 60s ഇന്ന് 2025 അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു ഡയറക്ടറോട് പോയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏത് ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടമെന്ന്. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുക ഒരേ ഒരു ഉത്തരം മാത്രമായിരിക്കും, അത് തീർച്ചയായും അമിതാഭ് ബച്ചൻ എന്നാണ്. സോ ദാറ്റ്സ് എ ക്രെഡിറ്റ്. അതിനുശേഷം താങ്കൾ ഷഹൻഷായ്ക്ക് ശേഷം കിങ് ഖാനെ സിനിമയിലേക്ക് എടുത്തു. ഡോൺ. അതെ. സോ ഞാൻ ഷഹൻഷാ ചെയ്ത് അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇറങ്ങിയതാണ്, അതായത് പ്രിൻസ്. അതെ, എനിക്ക് ഷാറൂഖുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റി. ദിൽ ചാത്തെ ഹേ മൂവിക്ക് ശേഷം ഞങ്ങൾക്കിടയിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടായി. പിന്നെ അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ അത് ഗംഭീരമാണ്. താങ്കൾ അദ്ദേഹത്തെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും, പിന്നെ നിങ്ങൾ ടി വിയിലും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു വളരെ ചാമിങ് ആയിട്ടുള്ള മനുഷ്യനാണ്, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. സംസാരത്തിനിടയ്ക്ക് അദ്ദേഹം ചോദിക്കും ഇതുപോലുള്ള സിനിമകളൊന്നും ഇന്നിറങ്ങാത്തത് എന്താ, ഈ സലീം ജാവേദൊക്കെ എഴുതിയതുപോലെ. സോ ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് ആണ് നടക്കുക. പിന്നെ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഒരേ ഒരു കാര്യം മാത്രമാണ് ഉണ്ടാവുക, അതായത് സിനിമകളിലൂടെയാണ് ഞാൻ വളർന്നത്. അങ്ങനെ ഞാൻ ചിന്തിച്ചു ഈ പടങ്ങളൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിച്ച് കണ്ടവയാണ്, അതുകൊണ്ട് അതിലൊരു പടം ഞാൻ എന്തുകൊണ്ട് റീമേക്ക് ചെയ്തുകൂടാ. സോ ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി, അതായത് ഈ പടം വീണ്ടും എടുക്കാൻ സാധിക്കുമെന്ന്. കാരണം ആ സമയത്ത് അത് വളരെ മോഡേൺ ആയിരുന്നു. 78 റിലീസ് ചെയ്ത പടം, വളരെ മോഡേൺ ആയിട്ടുള്ള ടെമ്പോ, വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും അതിലുണ്ടായിരുന്നു. സോ ഞാൻ ഷാറൂഖിനോട് ആ കാര്യം ഡിസ്കസ് ചെയ്തു, നമുക്ക് ഡോൺ ഒന്ന് റീമേക്ക് ചെയ്താലോ എന്ന്. അദ്ദേഹം മുഴുവനായിട്ട് കേൾക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു യെസ് ഐ ആം ഓൺ ഇറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഇങ്ങനെയാണ് ഡോൺ എടുത്തത്. അത് ഓർക്കുമ്പോൾ ഇപ്പോഴും നല്ല സന്തോഷമാണ്. ആ സമയത്ത് ഷാരൂഖ് ഖാൻ, പ്രിയങ്ക ചോപ്ര, ഈ രണ്ട് വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമ എടുക്കുന്നത് പുതിയ ഡയറക്ടറിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? സാർ, ഞാൻ ബച്ചൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്താൽ പിന്നെ വേറെ ആരുടെ കൂടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തെക്കാളും വലിയ സ്റ്റാറൊന്നും ആരും ഇല്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, പ്രിയങ്കയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, പിന്നെ ഓംപുരി സാറിന്റെ കൂടെ. ഞാൻ ഓംപുരി സാറിന്റെ കൂടെ 3 പടങ്ങൾ ചെയ്തു, ഡോൺ 1, ഡോൺ 2, പിന്നെ ലക്ഷ്യയിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആനന്ദം, ഒരു സന്തോഷം നമുക്ക് കിട്ടും. കാരണം അദ്ദേഹം അത്രയ്ക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് എത്രമാത്രം പവർ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഓരോ പെർഫോമൻസിലും അദ്ദേഹം ഒരു റെസ്പെക്റ്റ് ഡിമാൻഡ് ചെയ്യും ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ ഹ്യൂമൻ ബീയിങ്. അദ്ദേഹത്തെ സെറ്റിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ വളരെ അടുത്തൊരു ബന്ധുവിനെ കാണുന്നത് പോലെ ഉണ്ടാവും. അതായത് അദ്ദേഹമായിട്ട് വളരെ ഈസി ആയിട്ട് അടുക്കാൻ പറ്റും. അദ്ദേഹം തന്നെ ഒരു വലിയ ആളായിട്ട് കാണിക്കാറേയില്ല. നാഷണൽ അവാർഡ് വിന്നർ, ഗോൾഡ് മെഡൽ വിന്നർ, NSD വിന്നർ, ഇങ്ങനെയൊന്നും തന്നെ അദ്ദേഹം ആരുടെ മുന്നിൽ കാണിക്കാറില്ല.
സോ നമ്മൾ ഇതുപോലെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് ശരിക്കും എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഗോഡ് വില്ലിങ്, അതായത് ആരെന്തിലാണോ ഉറച്ചു വിശ്വസിക്കുന്നത് അവർക്കതിൽ വിജയിക്കാൻ പറ്റും, അതിൽ സക്സസ് ആവാൻ പറ്റും. പക്ഷേ ഇവരെപ്പോലുള്ളവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അത്രയ്ക്കും സ്വത്തും സമ്പാദ്യം ഉണ്ടെങ്കിലും എങ്ങനെ ഹമ്പിളായിരിക്കാമെന്നാണ്. ലൈഫിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണത്. ഞാനത് അവരുടെ അടുത്തു നിന്നാണ് പഠിച്ചത്. ജനങ്ങളുടെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഫറാൻ സാർ, നിങ്ങളുടെ സിനിമകളിൽ നല്ല പോയട്രികൾ ഉണ്ടാകാറുണ്ട്. താങ്ക് യു. സോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് പോയം ഞങ്ങളൊന്ന് ചൊല്ലിക്കേൾപ്പിക്കാൻ പറ്റുമോ? എൻ്റെ ഫേവറേറ്റ് പോയം നോക്കുകയാണെങ്കിൽ സിനിമകളിൽ നിന്ന് തന്നെയാണ്. അത് സിന്ദഗി നാ മിലേഗി ദോബാരയിലുള്ളതാണ്. जब जब दर्द का बादल छाया, जब गम का साया लहराया, जब आंसू पलकों तक आया, जब ये तन्हा दिल घबराया, हमने दिल को ये समझाया, दिल आखिर तू क्यों रोता है, दुनिया में यूं ही होता है, ये जो गहरे सन्नाटे हैं वक्त ने सबको बांटे हैं, थोड़ा गम है सबका किस्सा, थोड़ी धूप है सबका हिस्सा. आज तेरी बेकार ही नम है, हर पल एक नया मौसम है, क्यों तू ऐसे पल खोता है, दिल आखिर तू क्यों रोता है. താങ്കൾ വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഫറാൻ അക്തറിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. അദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു ഹി ഡസൻറ്റ് ഹാവ് മച്ച് ടൈം നൗ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ, സോറി. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി പ്രൊഡ്യൂസർ, ഡയറക്ടർ, റൈറ്റർ, ആക്ടർ ഫറാൻ അക്തർ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഫറാൻ അക്തറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഫറാൻ അക്തർ, നമ്മൾ ലക്ഷ് പടത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തു, പല മാസങ്ങൾ ലഡാക്കിൽ വർക്ക് ചെയ്യേണ്ടി വന്നു. അമിതാഭ് ബച്ചന്റെ സമയവും വേസ്റ്റ് ചെയ്തു, പക്ഷെ ആ സിനിമ ശരിക്കും ഓടിയില്ല. അതായത് ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ആ ഒരു പടം ബോക്സ് ഓഫീസിലൊരു നല്ല ബിസിനസ് തന്നെ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതൊരു നല്ല ബിസിനസ്സായി മാറിയില്ല. അതിനുശേഷം പിന്നെ രജത് സാർ, എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല, എൻ്റെ ഹൃദയമാകെ തകർന്നതുപോലെയായി. അതായത് കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും നമ്മളോട് പറയാറ്, നമ്മൾ കഠിനമായി ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എപ്പോഴും നമുക്ക് നല്ലതായിട്ട് തന്നെ വരുമെന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ആ പറഞ്ഞ പോലെ തന്നെ എല്ലായ്പ്പോഴും നടക്കണമെന്നില്ല. പിന്നെ ഈ ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. പതുക്കെ പതുക്കെ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. പക്ഷെ ആ ഒരു സങ്കടം എൻ്റെ മനസ്സിൽ ഒരുപാട് വർഷം നീണ്ടു നിന്നു. ആ പടം IMIയിൽ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ 2003 പടം 2004 റിലീസായി. 2017 ഞാൻ ഡെറാഡൂണിൽ പോയിരുന്നു. അന്ന് അവിടെ എൻ്റെ ഒരു മ്യൂസിക് കോൺസേർട്ട് ഒന്നുണ്ടായിരുന്നു. സോ അന്ന് ഞാൻ 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഡെറാഡൂണിലേക്ക് വീണ്ടും പോകുന്നത്. ഞാൻ IMIയെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഡെറാഡൂണിലേക്ക് വരുന്നുണ്ട്, ഒന്ന് IMI വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ. അവിടെ ഞാനൊരിക്കൽ ഷൂട്ടിങ്ങിന് വന്നിരുന്നു, ഞാൻ അവിടെയുള്ള ആളുകളെയൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും ആ ലൊക്കേഷനൊക്കെ ഒന്ന് കാണണമെന്നും പറഞ്ഞു. അവർ ഞങ്ങളെ വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ അങ്ങോട്ടേക്ക് റിസീവ് ചെയ്തു. ഞങ്ങളെ ആ സ്ഥലം മുഴുവനും അവർ ചുറ്റിക്കാണിച്ചു. പിന്നെ അവിടെ ഒരു പുതിയ മെസ്സ് ഉണ്ടാക്കിയിരുന്നു, വിക്രം ഭദ്ര മെസ്സ്. ഞങ്ങളെ അങ്ങോട്ടേക്കും ക്ഷണിച്ചു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കേഡറ്റ്സും എല്ലാവരും കൂടി ഒന്നിച്ചു കൂടി. അവരേകദേശം ഒരു 400-500 പേര് കാണും. പിന്നെ അവിടെ ഒരു 2 വാക്ക് സംസാരിക്കാൻ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അതായത് ഞാൻ പണ്ട് ചെയ്ത ലക്ഷ്യ എന്ന പേരുള്ള മൂവി എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് വെച്ചാൽ, കാരണം എൻ്റെ അച്ഛൻ, അദ്ദേഹം 2001 കാർഗിൽ പോയിരുന്നു. പിന്നെ അവിടെ ഈ ഫോളിൻ സോൾജിയർ, ഈ കാർഗിൽ മെമ്മോറിയൽ അദ്ദേഹം പുഷ്പചക്രം ആദരവോടെ അർപ്പിച്ചു. പിന്നെ അവിടെ വെച്ച് ഒരു ഹൈ റാങ്കുള്ള ഓഫീസറിനെ കണ്ടുമുട്ടുകയുണ്ടായി. അദ്ദേഹം എൻ്റെ അച്ഛനോട് പറഞ്ഞ കാര്യം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ അമിത് സാർ, ലോകം മുഴുവനും അല്ലെങ്കിൽ എല്ലാ സമൂഹങ്ങളും ഇന്ന് ഇന്ത്യൻ ആർമിയെ വളരെ ആദരവോടുകൂടിയാണ് കാണുന്നത്. ഞങ്ങൾ പറ്റാത്തൊരു കാര്യം ചെയ്ത് കാണിച്ചു എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതായത് സോൾജേഴ്സ് ഫൈറ്റ് ചെയ്യുന്നു അപ് ഹിൽ, അത് ശരിക്കും വളരെ കഠിനമാണ്. എന്നിരുന്നാലും ഞങ്ങളുടെ ആ ഒരു മിഷൻ ഉണ്ടല്ലോ, അത് എങ്ങനെയായാലും പൂർത്തിയാക്കണമെന്ന ചിന്ത. പക്ഷേ ഇത്രയേറെ അഭിനന്ദനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയുള്ള ഈ ഓഫീസറുകളുടെ എണ്ണം, പ്രത്യേകിച്ച് ഈ യുവാക്കളായ ഓഫീസറുകളുടെ എണ്ണത്തിൽ വർഷാവർഷം വലിയ കുറവുണ്ടാവുന്നുണ്ട്.
അതായത് ജനങ്ങൾക്ക് കരിയർ ഓപ്ഷൻ വളരെ കുറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ യുവാക്കളെ യുവതികളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു സിനിമയുടെ കഥ എഴുതാമെന്ന് പറഞ്ഞു. സോ അങ്ങനെ അദ്ദേഹം ലക്ഷ്യ എന്ന പടം എഴുതി. ആ പടത്തിന്റെ കഥ കണ്ട് ഞാൻ വളരെ ഇൻസ്പയർഡ് ആയി. അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി, പിന്നീട് പടം എടുത്തു. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ബോക്സ് ഓഫീസിന്റെ കാര്യം, അത് എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ അവിടെ വെച്ച് ഈ ഒരു കഥ അവരോട് പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ മേജർ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തുനിന്ന് മൈക്ക് വാങ്ങി പറഞ്ഞു, ഫർഹാൻ സാർ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിക്കാമെന്ന്. ശേഷം അദ്ദേഹം ഒരു കേഡറ്റിനോടൊരു കാര്യം ചോദിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഒരു കാര്യം ഇപ്പോൾ പറയണം. അതായത് ഇവിടെയുള്ള ഇത്രയും പേരിൽ അദ്ദേഹം ഒരു ലിസ്റ്റൊക്കെ എടുത്തു, എത്ര പേര് ലക്ഷ്യപടം കണ്ട ശേഷം മിലിറ്ററിയിലേക്ക് വന്നു എന്ന്. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു 60% ജവാന്മാർ കൈ ഉയർത്തി പറഞ്ഞു, ഞങ്ങൾ ലക്ഷ്യ കണ്ടിട്ടാണ് ഇതിൽ ചേർന്നതെന്ന്. സോ ആ ഒരു നിമിഷത്തിൽ, ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ചാൽ, ഞാൻ ഏത് കാര്യത്തിനെ പറ്റിയാണോ ഇത്രയും കാലം ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് ചിന്തിച്ചത്, അത് ആക്ച്വലി ഫെയിലിയർ ആയിരുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കി, അതായത് ഞങ്ങളൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരാണ്, ഞങ്ങളെല്ലാവരും മുംബൈയിൽ തന്നെ കഴിയുന്ന ആളുകളാണ്. സോ അവരൊക്കെ കൂടുതലായിട്ടും ബിസിനസ്സിനെ പറ്റിയും ബോക്സ് ഓഫീസിനെ പറ്റിയൊക്കെയാണ് ചർച്ച ചെയ്യാറ്. സോ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ കാര്യം മറന്നു പോവും. അതായത് ഒരു പടത്തിന്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് തീർച്ചയായും സമൂഹത്തിൽ ഉണ്ടാവുമെന്ന്. അത് പല തരത്തിൽ ഡീപ്പായിട്ട് പല ആളുകളെയും വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ എനിക്ക് അതൊരു റിമൈൻഡർ പോലെയായിരുന്നു. ഇനി അങ്ങോട്ട് ഞാൻ ഏത് ജോലി ചെയ്താലും, അതായത് ഇനി ഏതൊക്കെ പടങ്ങൾ എടുത്താലും, ഞാൻ ഈ ഒരു വീക്കെൻഡ് കളക്ഷൻ എത്രയാണെന്ന ഒരു ചിന്തയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യണം. എൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റി ഞാൻ തന്നെ തീരുമാനിക്കണം. കാരണം അതിന് അതിൻ്റേതായ ഒരു ഓഡിയൻസ് സമൂഹം ഉണ്ട്. അവരിന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും അത് കാണും. അതാണ് എനിക്ക് പ്രധാനം. നോക്കൂ, നോർമലി ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയാണ് കരുതാറുള്ളത്. കൊമേഴ്ഷ്യലി സക്സസ് ആയില്ലെങ്കിൽ, പണം സമ്പാദിച്ചില്ലെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള സിനിമകളിൽ കൈവെക്കാൻ പാടില്ലെന്ന് പൊതുവെ പറയാറുണ്ട്. അതെ. പക്ഷേ താങ്കൾ വീണ്ടും ലഡാക്കിലേക്ക് പോയി, പിന്നെ വാർ ബേസ് ചെയ്ത് സിനിമ എടുത്തു, വീണ്ടും ആ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ലഡാക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ശരിക്കും ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ലക്ഷ്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യം ലഡാക്ക് പോയേ. അതിനുശേഷം ലഡാക്കിൽ പോയത് ബാഗ് മിൽക്ക ബാഗിന് വേണ്ടി, പിന്നെ ഇപ്പോൾ എക്സോബീസ് ബഹദൂറിന് വേണ്ടിയും. പിന്നെ ഈ കഥകളൊക്കെ എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ, അതിൻ്റെ ഷൂട്ടിംഗ് നടത്തേണ്ട സ്ഥലത്തിനൊരു പ്രാധാന്യമുണ്ട്. അതിപ്പോൾ ചന്ദ്രനിൽ വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടേക്കും പോകാൻ തയ്യാറായിരുന്നു. അതെ, സത്യം കിട്ടും. കാരണം ജനങ്ങൾ, അവരുടെ ഒരു ടൈപ്പ്, അവർ എങ്ങനെയുള്ളവരാണെന്ന് വെച്ചാൽ, അവർ ധൈര്യമുള്ളവരാണ്. എന്ന് വെച്ചാൽ അവരുടെ നേട്ടങ്ങൾ, അവരെത്തരം പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്, അവരുടെ ധൈര്യം എത്രമാത്രമാണ്. അവർ നമ്മളെ ഒരു ആർട്ടിസ്റ്റായിട്ടങ്ങ് ക്യാരി ചെയ്തു. അത് 1962 നടന്നതാണെങ്കിലും അതിൻ്റെ ഒരു ഫീലിംഗ്, ആ ഒരു എനർജി, ഇതൊക്കെ ഉണ്ടല്ലോ. ആ ഒരു കഥ, സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഉള്ളിലേക്കും വരും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താ തോന്നുകയെന്ന് വെച്ചാൽ, എവിടെ പോകണമെങ്കിലും, ഇനിയിപ്പോൾ -10 പോയി ഷൂട്ട് ചെയ്യണമെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല. ദിവസവും പുലർച്ചെ തന്നെ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാലും 2-3 മണിക്കൊക്കെ ലൊക്കേഷനിൽ പോകണമെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, നമ്മളതിനെപ്പറ്റി ചിന്തിക്കില്ല. സോ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ ആ ഒരു പടം എടുത്തു എന്നതിൽ. പിന്നെ ആ ഒരു കഥ പല വർഷം മുന്നേ എടുക്കേണ്ട ഒന്നായിരുന്നു. പക്ഷേ ഇന്നാണ് അത് എടുക്കാൻ കഴിഞ്ഞത്. എന്നാലും അത് ഓർത്തെനിക്ക് അഭിമാനമുണ്ട്. 7 വർഷത്തിന് മുമ്പ് ഹഖീഖത്ത് സിനിമ എടുത്തു. അതെ. പക്ഷെ അതും ഇതേ സിനറി ലെവലിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ അവരത് സ്പെസിഫൈ ചെയ്തില്ല. അതെ, അപ്പോൾ അത് സ്പെസിഫൈ ചെയ്തില്ല. പക്ഷേ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ നോക്കുകയാണെങ്കിൽ, അത് എടുത്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1964 65 ആണ്. ആ സമയത്താണ് റിലീസായത്. ആ സമയത്ത് ഇന്ത്യ ചൈന വാർ നടന്നിരുന്നു. അതായത് ആ ഒരു വാർ നടന്ന സമയത്ത് നമുക്ക് അതിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഒരു മോറൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊത്തം മോറലും കുറച്ച് ഡൗൺ ആയിരുന്നു. സോ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇതേപോലൊരു പടം എടുക്കണം. ഈ ഒരു പാട്ട് അതിലേതായിരുന്നു, മേരെ വതൻ കോ ലോഗോ, ജറാ ആക്കോ മേ ഭർലോ പാനി. ഇത് നമ്മുടെ രാജ്യത്തെ ഒരു വലിയ വിഷമത്തിൽ നിന്ന് അതെ ലിഫ്റ്റ് ചെയ്തു. ഈ പാട്ടും ഈ പടവും രണ്ടും അതിന് സഹായിച്ചു. പിന്നെ അതൊരു വളരെ നല്ല പടം തന്നെയാണ്. അപ്പോൾ താങ്കൾ എന്തിനാണ് എടുത്തത്? സാർ, അത് വളരെ നല്ലൊരു പടമായിരുന്നു. പക്ഷേ ഒരു ഡിഫറെന്റ് പീരീഡിലാണ് എടുത്തതെന്ന് പറയാം. അല്ലല്ല, ഞാൻ എന്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് എടുക്കാമായിരുന്നു. നമ്മൾ അതിൽ ജയിച്ചു. പക്ഷെ 62 വാറിൽ നമ്മൾ തോറ്റുപോയി. അത് ബേസ് ചെയ്ത് എന്തിനാണ്? പക്ഷേ സാർ, ഈ 62 വാറിൽ നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയാവുന്നത് ഈ ഒരു ബാറ്റിലായിരുന്നു. സോ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതായത് ആ ഒരു സാഹചര്യത്തിൽ പോലും, അതായത് ആ സമയത്ത് ഇന്ത്യ എല്ലായിടത്തും തോൽവി നേരിടുമ്പോഴും അതുപോലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതവർ നഷ്ടപ്പെടുത്തിയില്ല. സോ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതായത് ജീവിതത്തിലെ കാര്യങ്ങൾ ഈ വാറിനെ പറ്റി മാത്രമല്ല,
നമ്മുടെ ജീവിതത്തെ പറ്റി ഉണ്ട് എന്ന്. സോ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ പലതവണ തോറ്റിട്ടുണ്ടാവും. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ സെയ്താൻ സിംഗിനെ പോലെ, അദ്ദേഹത്തിന്റെ 120 പട്ടാളക്കാരെ പോലെ നിങ്ങളുടെ ഉള്ളിൽ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എത്തരത്തിലുള്ള ആളുകളെയും നിങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിങ്ങൾക്ക് പോരാടി ജയിക്കാൻ സാധിക്കും. അതൊരു ഇൻസ്പിറേഷൻ ആണ് സർ. അതെ, പക്ഷേ താങ്കളുടെ പ്രമോഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 120 വീരയോദ്ധാക്കൾ ഏകദേശം 3000 ചൈനക്കാരെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? സർ, ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്ച്വലി എൻ്റെ അച്ഛൻ പറയാറുണ്ട്, ഇത് ഈ ട്രൂത്തിന്റെ കാര്യത്തിൽ അഥവാ യാഥാർത്ഥ്യത്തിലും പിന്നെ ഫിക്ഷനിലും നമ്മൾ ഒരു കാര്യം ജസ്റ്റിഫൈ ചെയ്തേ തീരൂ. ഒരുപക്ഷെ ഞാൻ കഥ എഴുതുകയാണെന്ന് നോക്കി, ഇപ്പം ഞാൻ എഴുതുകയാണ്, ഇവിടെ നിന്നൊരു മനുഷ്യൻ ചാടിയെന്ന്. ഒരു ചെറുക്കൻ 15ാമത്തെ നിലയിൽ നിന്ന് താഴെ വീണിട്ട് അവനൊരു ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ എഴുന്നേറ്റ് അതും തുടച്ചുകൊണ്ട് അവന്റെ പാട്ടിന് പോയി. പക്ഷേ ഇതൊരു സിനിമയിൽ കാണിക്കുകയാണെങ്കിൽ എന്താ പറയുക? എങ്ങനെ 15ാമത്തെ നിലയിൽ നിന്ന് വീണിട്ട് ഒന്നും പറ്റിയില്ല എന്ന് ചോദിക്കും. പക്ഷേ ഇതേ കാര്യം നിങ്ങൾ ഒരു ന്യൂസ് പേപ്പറിൽ വായിക്കുകയാണെങ്കിൽ, അതായത് ഒരാൾ 15 നിലയുള്ള കെട്ടിടത്തിൽ നിന്ന് വീണിട്ട് ഒന്നും പറ്റിയില്ല എന്ന്, ചിലപ്പോൾ നിങ്ങളത് വിശ്വസിക്കും. ട്രൂത്ത് അലോസ് യു ടു ഡു തിങ്സ് ദാറ്റ് ഫിക്ഷൻ ഡസ് നോട്ട് അലോ. സോ ഈ കഥയ്ക്കകത്ത് നടന്നത് അത് എത്രമാത്രം സത്യമാണോ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് റൈറ്റർക്ക് എഴുതാൻ പറ്റില്ല അവരെന്താ ചെയ്തത് എന്ന്, അവരെങ്ങനെ ജയിച്ചു എന്ന്. സോ ഈ കാര്യങ്ങളൊക്കെ തന്നെ ബാക്കിയുള്ള സോൾജേഴ്സിന്, അതുപോലെ ആംഡ് ഫോഴ്സസിന്, നമ്മുടെ സൊസൈറ്റിക്ക് എങ്ങനെ അറിയാൻ പറ്റും അവിടെ നടന്നത് ഇതൊക്കെയാണ് എന്ന്? ഈ കാര്യങ്ങളൊക്കെ വളരെ അത്ഭുതകരമാണ്. ഞാൻ ഈ ജോയ് ഓഫ് ഡിസ്കവറിയെ ഓഡിയൻസിന് നൽകാൻ പോവുകയാണ്. അവർ പടം കാണുകയാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്, വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു സിനിമയിൽ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ, അതായത് ഒരു പ്ലെയിൻ ക്രാഷ് ആകുന്നു, അതിൽ 262 പേരിൽ ഒരാൾ മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ. അതെ, തീർച്ചയായും ഈ അടുത്തും അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു. പക്ഷേ ഇതൊക്കെ സിനിമയിൽ കാണിക്കുകയാണെങ്കിൽ എല്ലാവരും പറയും ഇതൊക്കെ നടക്കാത്ത കാര്യമാണെന്ന്. പക്ഷെ നടക്കും. റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അത് ലോജിക്കലാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ 1962ലും ഇങ്ങനെ ഒരു സംഭവമാണ് നടന്നത് എന്ന് പറയാം. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ചില കോൺട്രവേഴ്സീസും വന്നിരുന്നു. യാദവ് മഹാസഭയിലുള്ള ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അഹീർ റെജിമെന്റിനെ താങ്കൾ ശരിക്ക് കാണിച്ചില്ലെന്ന്. ഫോക്കസ് പൂർണ്ണമായും മേജർ ഷെയ്താൻ സിംഗിന്റെ മുകളിലായിരുന്നു. ഒരുപക്ഷെ ഞാൻ വെറും മേജർ ഷെയ്താൻ സിംഗ് ഭാട്ടിയെ പറ്റി മാത്രമായിരുന്നു ആ പടം എടുത്തത് എങ്കിൽ എനിക്ക് ടൈറ്റിലും ഷെയ്താൻ സിംഗ് എന്ന് വെക്കാമായിരുന്നു. അതെനിക്ക് ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നു. ഇതിലൊരു കോൺട്രവേഴ്സി ഉണ്ടാവുമായിരുന്നില്ല. എല്ലാവരും പറയും ഷെയ്താൻ സിംഗിനെ പറ്റിയുള്ള പടം മാത്രമാണ് അതെന്ന്. പക്ഷേ ഈയൊരു പടം മുഴുവൻ കമ്പനിയെ പറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇട്ട പേര് എക്സോബീസ് ബഹദൂർ എന്ന. കാരണം ബാക്കിയുള്ളവർക്കും അവർക്കും ആ ഒരു ബാറ്റിൽ ജയിക്കുന്നതിൽ വലിയൊരു പങ്ക് തന്നെ ഉണ്ട്. തീർച്ചയായും ഉണ്ട്. അവർക്കെല്ലാവർക്കും ഈക്വലായിട്ടുള്ളൊരു പങ്ക് അതിലുണ്ട്. പിന്നെ ഈ അടുത്തായിട്ട് ഒരു ട്രെയിലർ, അത് കുറച്ച് ദിവസം മുന്നെയാണ് ഇറങ്ങിയത്. അതിലൊരു ക്യാരക്ടർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളാണ് അഹീർ, സ്നേഹത്തോടെ ചോദിച്ചാൽ ജീവൻ വേണമെങ്കിലും തരും, പക്ഷേ രാജ്യത്തെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ 1 അല്ല 100 ജീവനുകൾ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇതായിരുന്നു ആ ഡയലോഗ്. സോ അതായത് ഒരു ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ എന്നെ ഒരുപാട് നാളുകളായിട്ട് ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ ഹീറോയെ പറ്റി ഒന്നും പറഞ്ഞില്ല, ഹീറോയുടെ പേരിൽ എന്തുകൊണ്ടാണ് പണം എടുക്കാത്തത് എന്നൊക്കെ ചോദിച്ചു. ഇന്നലെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം അവൻ്റെ ഒരു മെസ്സേജും എനിക്ക് വന്നിരുന്നു. അവൻ പറഞ്ഞു, ഫർഹാൻ സാർ, നിങ്ങൾ ഈ ഒരു ഡയലോഗ് ആദ്യം ടീസറിൽ ഇട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രൊട്ടസ്റ്റ് നടക്കില്ലായിരുന്നല്ലോ എന്ന്. ഞാൻ താങ്കളുടെ കൂടെ ഒരു നല്ല കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ ജഡ്ജി റിട്ടയർഡ് മേജർ ജനറൽ സഞ്ജയ് സൂരി സർ, ഇദ്ദേഹം കൊമോർ റെജിമെന്റ് ആണ്. താങ്ക് യു. താങ്കൾ ഈ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ ഫീൽഡിനെ കുറിച്ചോ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ കമ്മീഷണർ ആയപ്പോൾ സെൻട്രലിലേക്ക് പോയി. അപ്പൊ മേജർ സൈതാൻ സിംഗ്, അദ്ദേഹത്തിന്റെ കഥ, അദ്ദേഹത്തിന്റെ ബാറ്റിലിന്റെ കഥ, അവിടെ അദ്ദേഹത്തിന്റെ റേഡിയോ സെറ്റ് ഉണ്ടായിരുന്നു, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഡയറിയും ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ വളരെ മോട്ടിവേഷണൽ ആയിട്ട് തോന്നി. പിന്നെ ഇന്ന് നിങ്ങൾ എടുത്ത ഈ പടം യഥാർത്ഥത്തിൽ എന്റെ കമ്പനിയിൽ, എന്റെ ബറ്റാലിയനിൽ 50% പോയി. പിന്നെ ഞാനും പോയിരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ എന്ത് കിട്ടുന്നുവോ അത് കഴിക്കണം. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചോള റൊട്ടി കഴിക്കും. ഒരു വിചിത്രമായ കഥയാണ്, അത്ഭുതകരമായ കഥയാണ്. ഒരു സോൾജർ അവന്റെ കുടുംബത്തെ തന്നെ മറന്ന്, രാജ്യം, അവന്റെ സംസ്കാരം, അവന്റെ മുൻഗാമികളെക്കുറിച്ച് ആലോചിച്ച് ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാകും. ഇക്കാലത്ത് ഇങ്ങനെയുള്ള ഒരു പടം അത്യാവശ്യമാണ്. താങ്ക് യു സർ, താങ്ക് യു. കണ്ടില്ലേ, മേജർ സാറിന്റെ അടുത്തുനിന്ന് ഇത്രയും വലിയൊരു സർട്ടിഫിക്കറ്റ് താങ്കൾക്ക് കിട്ടി. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അല്ല, എനിക്കിപ്പോ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് തോന്നുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ റൂളിംഗ് നന്നായിരുന്നു. പബ്ലിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
20 വർഷം മുന്നേ നിങ്ങളുടെ ലക്ഷ്യ എന്നൊരു പടം ഇറങ്ങിയിരുന്നു. അത് ലഡാക്കിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഇപ്പോ മറ്റൊരു മൂവി കൂടെ ഇറങ്ങാൻ പോവുകയാണ്, എക്സോ ബീസ് ബഹദൂർ. അതിന്റെ ഷൂട്ടിങ്ങും ലഡാക്കിലാണ് നടക്കുന്നത്. സോ എനിക്ക് ചോദിക്കാനുള്ളത്, അന്നത്തെയും ഇന്നത്തെയും ലഡാക്കിന് എന്താണ് വ്യത്യാസമുള്ളത്? അതെ, ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസം തന്നെയാണുള്ളത്. ലക്ഷ്യയുടെ ഷൂട്ടിങ്ങിന് ഞങ്ങൾ ലഡാക്കിൽ പോയിരുന്ന സമയത്ത് അവിടുത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ചാൽ അവിടെ ഒരു സിമ്മിനും റേഞ്ച് കിട്ടുമായിരുന്നില്ല. ഞങ്ങളൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു ക്യൂവിൽ നിൽക്കണം. അവിടെ ഹോട്ടലിന്റെ പുറത്ത് ഒരു PC ഉണ്ടായിരുന്നു. അവിടുന്ന് മാത്രമേ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റൂ. ബച്ചൻ സാറിന്റെ കയ്യിൽ മാത്രമേ അന്നൊരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അതിൽ സംസാരിക്കും. പക്ഷേ അവിടെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. അവിടുത്തെ റോഡ്സ്, പിന്നെ കണക്ടിവിറ്റി എല്ലാം തന്നെ ഡെവലപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, അത് അന്നായാലും ശരി ഇന്നായാലും ശരി ഒരേപോലെ സെയിം ആയിട്ട് തന്നെയുണ്ട്. അത് ലഡാക്കിലെ ജനങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിയും അവരുടെ സ്നേഹവുമാണ്. അതിനൊരു മാറ്റവുമില്ല. ഭാഗ് മിൽക്ക ഭാഗ് സിനിമയെക്കുറിച്ച് താങ്കൾ പറഞ്ഞിരുന്നു. അതായത് ലഡാക്കിലാണ് സിനിമയുടെ കൂടുതൽ ഷൂട്ടിംഗ് നടന്നതെന്ന്. പിന്നെ ആ സിനിമയിൽ 17 വയസ്സ് തോന്നിക്കുന്ന ഒരു വ്യക്തി റിക്രൂട്ട് റോൾ ചെയ്യണം. പിന്നെ ആ റോളിനുള്ളിലേക്ക് പോകുന്നത് വളരെ ചാലഞ്ചിങ് ആയിരിക്കും അല്ലേ? സാർ, ചാലഞ്ചിങ് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ മിൽഖ സിംഗ് സാറിനെ കണ്ടുമുട്ടിയപ്പോൾ അതും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരുന്നു. അത് ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ചണ്ഡീഗഡിൽ പോയിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു. സോ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്നത്തെ ദിവസം വരരുത്. അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയ ശേഷം അദ്ദേഹം തന്നെ മുംബൈയിലേക്ക് വരാമെന്നും പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ പ്രാക്ടീസുകൾ തുടർന്നു. ഞാൻ ദിവസവും രാവിലെ 8 മാസത്തോളം ദിവസവും രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേൽക്കാറുണ്ടായിരുന്നു. പിന്നെ മുംബൈയിലെ ഒരു സ്ഥലമുണ്ട്, പ്രിയദർശിനി പാർക്ക്. അവിടെ 400 മീറ്ററിൻ്റെ ഒരു ട്രാക്കുണ്ട്. അവിടെ ഞാനൊരു 5 മണിക്കൊക്കെ പോവും. പിന്നെ 5 മണി മുതൽ 8 മണി വരെ എല്ലാ ദിവസവും രാവിലെ ഫോർ 8 മന്ത്സ് ദിവസവും ഞാൻ അവിടെ പോയി ട്രാക്ക് ആൻഡ് ഫീൽഡ് ട്രെയിനിങ് എടുത്തു. സോ ഞാൻ എന്നത്തെയും പോലെ അവിടെ ഒരു ദിവസം ട്രെയിനിങ് എടുക്കുകയായിരുന്നു. ആ സമയത്ത് സഡൻലി ഒരു ശബ്ദം കേട്ടു. അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അവിടെ പോലീസിലേക്കുള്ള റണ്ണേഴ്സ് ഉണ്ടായിരുന്നു, വെസ്റ്റേൺ റെയിൽവേ റണ്ണേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ആർമിയുടെയും നേവിയുടെയും ഒക്കെ റണ്ണേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ പ്രൊഫഷണൽ അത്ലറ്റ്സ് ആയിരുന്നു. അവിടെ പെട്ടെന്ന് എല്ലാവരും കൂടി എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചു എന്താ സംഭവം എന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അവിടെ മിൽഖാജി വന്നിട്ടുണ്ട് എന്ന്. അദ്ദേഹം അന്ന് അവിടെ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മിൽഖ സാർ വന്നത് ട്രാക്ക് സൂട്ടിലായിരുന്നു. അങ്ങനെ മിൽഖ സാർ അവിടെ ട്രാക്ക് സൂട്ടിൽ വന്നു. അദ്ദേഹം പ്രിയദർശിനി പാർക്കിന്റെ അകത്തേക്ക് എൻ്റർ ആയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ അത്ലറ്റ്സും പോയിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ തുടങ്ങി. എല്ലാവരും അദ്ദേഹമായിട്ട് ഇന്ററാക്ട് ചെയ്തു. പിന്നെ മിൽഖ സാറും എല്ലാവരുമായിട്ടും പേഴ്സണലായിട്ട് കൂടി സംസാരിക്കുകയും ചെയ്തു. നീ എന്ത് ഡിസിപ്ലിനാണ് ഫോളോ ചെയ്യുന്നത്, നീ എത്ര ദൂരം ഓടാറുണ്ട്, അല്ലെങ്കിൽ നീ ബോക്സറാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ. അങ്ങനെ കറക്റ്റ് 2 മണിക്കൂർ നേരം ഞാൻ മിൽഖ സാറിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. അദ്ദേഹമാണെങ്കിൽ അവിടെ 2 മണിക്കൂറോളം അവിടെയുള്ള ആളുകളായിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം അവരെ തോന്നിപ്പിച്ചതേ ഇല്ല, അതായത് അദ്ദേഹം ഒരു ബിസി മനുഷ്യനാണ്, അദ്ദേഹത്തിന് പല സ്ഥലത്തും പോകാനുണ്ട് എന്നൊന്നും. അദ്ദേഹം എല്ലാവരുമായിട്ടും ടൈം സ്പെൻഡ് ചെയ്തു. ഇറ്റ് വാസ് എൻ അമേസിംഗ് തിങ് ടു സേ. അതിനുശേഷം അദ്ദേഹം എന്നെ കാണാൻ വന്നു. അമേസിംഗ്. സോ പതിയെ എനിക്ക് മനസ്സിലായി, അതായത് എത്തരത്തിലുള്ളൊരു വ്യക്തിയെയാണ് നമ്മൾ പോർട്രേ ചെയ്യാൻ പോകുന്നത് എന്ന് ഒന്നും പറയാതെ തന്നെ ആ കാഴ്ചയിലൂടെ മനസ്സിലായി. ശേഷം അദ്ദേഹം വന്നു, ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തു. കണ്ട ഉടനെ ഞാൻ പറഞ്ഞു, മിൽഖ സാർ നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമായി എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വരൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് ജോഗിങ് ചെയ്തുകൊണ്ട് സംസാരിക്കാമെന്ന്. സോ അദ്ദേഹത്തിന് അപ്പോഴും ഒരു 17-year-old അത്ലറ്റിന്റെ മൈൻഡായിരുന്നു. ആ അത്ലറ്റ് എന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് അറ്റ് ദാറ്റ് ടൈം അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിൻ്റെ വയസ്സറിയില്ല. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ലേറ്റ് 70s ആയിരുന്നു. സോ അദ്ദേഹത്തിന് ലേറ്റ് 70s അത്രയ്ക്കും യങ്ങായിരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ 30s അപ്പോൾ എനിക്കും എൻ്റെ 70 പോകാൻ പറ്റുമല്ലോ. സോ അങ്ങനെയായിരുന്നു ഞാൻ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തത്. അല്ല, താങ്കൾക്ക് പഞ്ചാബി സംസാരിക്കാൻ അറിയില്ല, മാത്രമല്ല സിഖ് സമൂഹത്തിന്റെ ഒരു അനുഭവവും താങ്കൾക്കില്ല. താങ്കൾ മുംബൈയിലുള്ള ഒരു വ്യക്തിയാണ്. അതെ, അതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. എൻ്റെ പഞ്ചാബി ഡയലോഗിന്റെ ഒരു കോച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ എൻ്റെ എല്ലാ ഡയലോഗ്സും, അതുപോലെ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടാവും, അതും പിന്നെ ചെറിയ മൂവ്മെന്റ്സും അതൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എല്ലാം അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഞങ്ങൾ ചണ്ഡീഗഡിൽ പോയപ്പോൾ അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നു. അവിടെ വെച്ച് പ്രസ് കോൺഫറൻസ് നടന്നു. അന്ന് മിൽഖ സാർ, അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഷൂസ് ഉണ്ടായിരുന്നു. അത് റോം ഒളിമ്പിക്സിൽ അദ്ദേഹം ധരിച്ചിരുന്നതാണ്. അതെനിക്കന്ന് അവിടെ വെച്ച് അദ്ദേഹം ഗിഫ്റ്റായിട്ട് തന്നു. വണ്ടർഫുൾ. അതിനുശേഷം അവിടെ മീഡിയ ഉണ്ടായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടാണ് വന്നത്. അദ്ദേഹവും പറഞ്ഞു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന്. സോ അതിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ നിന്ന് വന്ന ലേഡി. അവർ ഡയറക്ടർ രാകേഷ് മെഹ്റോട് ചോദിച്ചു, രാകേഷ് സാർ, താങ്കൾ മിൽഖ സാറിനെ പറ്റി ഒരു പടം എടുക്കുകയാണ്, അദ്ദേഹം ഒരു പഞ്ചാബിയാണ്, പിന്നെ എന്തുകൊണ്ട് താങ്കൾ ഒരു പഞ്ചാബിയെ സെലക്ട് ചെയ്തില്ല? വൈ ഡിഡ്ന്റ് യു ടേക്ക് എ സിക്ക് ആക്ടർ? അതായത് വൈ ആർ യു കാസ്റ്റിംഗ് സംബഡി ഹു ഈസ് നോട്ട് ഓൾ ദീസ്?
സോ രാകേഷ് ഒബ്വിയസ്ലി അദ്ദേഹത്തിന്റെ ആക്ടറെ പ്രൊട്ടക്ട് ചെയ്യുമല്ലോ, അതുകൊണ്ട് അദ്ദേഹം വളരെ സ്വീറ്റ് ആയിട്ടുള്ള മറുപടി കൊടുത്തു. അങ്ങനെയല്ല, ഒരു ആക്ടർ ആകുമ്പോൾ എല്ലാ റോളുകളിലും ഫിറ്റ് ആവണം എന്നൊക്കെ അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞു. പക്ഷെ അന്ന് അവർ ചോദിച്ച ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അതെ, സത്യമായിട്ടും. പിന്നെ അപ്പോൾ എനിക്കത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടും തോന്നി. ആ, ദേഷ്യവും വന്നു, കാരണം എനിക്ക് ആ റോൾ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫീലിംഗ് പോയതിന് ശേഷം ഞാൻ മനസ്സിലാക്കി, അതായത് ഈ ഒരു പടത്തിൽ മിൽക്കയുടെ റോള് ആര് തന്നെ ചെയ്താലും ജനങ്ങളത് എങ്ങനെ ചെയ്തു എന്ന് മാത്രമേ പരിഗണിക്കൂ എന്ന് ഞാൻ ചിന്തിച്ചു. സോ അവർ ആ ഒരു ചോദ്യത്തിലൂടെ എനിക്ക് ഈ ഫ്യൂവലാണ് നൽകിയത്. അവരുടെ ഒരു കമന്റ്, അതായത് ഇങ്ങനെ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട് എങ്കിൽ അതേപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർ ഇതേ ചോദ്യം ചോദിക്കും, മിൽക്ക റോളിൽ എന്നെ എന്തിന് സെലക്ട് ചെയ്തു എന്ന്. സോ ആ ഒരു ചോദ്യം എനിക്ക് ഒരുപാട് എനർജി തന്നു. ആ റോള് മികച്ച രീതിയിൽ തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അവർ ആ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അത്ര നന്നായിട്ട് ആ റോള് ചെയ്യില്ലായിരുന്നു. സോ അതെനിക്ക് വളരെ സഹായകരമായിരുന്നു. യഥാർത്ഥത്തിൽ താങ്കൾ എങ്ങനെ മിൽഖ സിംഗിനെ പോർട്രേറ്റ് ചെയ്തുവോ അത് സത്യത്തിൽ വളരെ അത്ഭുതകരമായ Thank റോളാണ്. you. താങ്കൾ ആ റോൾ വളരെ നന്നായിട്ട് ചെയ്തു. താങ്ക് യു. പക്ഷേ സിനിമയിൽ താങ്കൾ മിൽഖ സിംഗിനെ ഒരു റൊമാൻറ്റിക്കായി മാറ്റിയതായിട്ട് തോന്നുന്നു. ആക്ച്വലി ഇല്ല, അദ്ദേഹം വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആൾ തന്നെയാ. പക്ഷേ പാട്ടൊന്നും പാടാറില്ല. പക്ഷേ നല്ല റൊമാൻറ്റിക് തന്നെയാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് ഞങ്ങൾ അദ്ദേഹമായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു. സോ അതിൽ ഓസ്ട്രേലിയയിൽ വെച്ചൊരു സീനുണ്ടായിരുന്നു. ആ സീന് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹം ഓസ്ട്രേലിയയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റൊമാൻറ്റിക് സീനും ഉണ്ട് ഓസ്ട്രേലിയയിൽ വെച്ച്. അത് കാരണം അദ്ദേഹത്തിന്റെ ഫോക്കസ് സ്പോർട്സിൽ നിന്ന് ഔട്ടാവും. സോ രാകേഷ് പറഞ്ഞു ആ ഒരു സീനിൽ മാത്രം ഈ കിസ്സിംഗ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് കാണിക്കാനുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതായത് മിൽഖ സാറിൻ്റെയും ആൻറ്റിയുടെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നാണോ പറഞ്ഞു വരുന്നത് എന്ന്. സോ ഞാൻ ആദ്യം തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, അതായത് ഞങ്ങൾ ഈ ഒരു സീനൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കംഫർട്ടബിൾ ആണോ എന്ന്. അപ്പോൾ മിൽഖ സാറ് വല്ലാണ്ട് ബ്ലഷ്ഡായി. അദ്ദേഹത്തെ ഇങ്ങനെ ചിരിച്ചോണ്ടേയിരുന്നു. മുഖമാകെ അങ്ങ് ചുവന്ന് തുടുത്തു. ആൻഡ് ഹി വാസ് സ്മൈലിംഗ്. ആൻറ്റിയും ഒരു ബെസ്റ്റ് ആൻസർ തന്നെ തന്നു. ഇല്ലില്ല, നിങ്ങളത് കാണിക്കണം. ഇതിനു മുന്നേ ഇദ്ദേഹത്തിന് എത്ര അഫയേഴ്സ് ഉണ്ടോ അതൊക്കെ കാണിക്കണം. അതായത് ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ എത്രയൊക്കെ. അതായത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് മുന്നേ ഒരുപാട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വന്നതിന് ശേഷം എല്ലാം സ്റ്റോപ്പായി. അതിന് മുന്നേ ഒരുപാടുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് റിലാക്സ്ഡ് ആയത്. അതായത് ഉണ്ട്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് റൊമാൻറ്റിക് ഹിസ്റ്ററി ഉണ്ട്. അപ്പോ ഫിലിം റിലീസ് ആയതിനു ശേഷം താങ്കൾ അദ്ദേഹത്തെ കണ്ടിരുന്നു? അതെ, അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ ഒരുപാട് തവണ കണ്ടു. ഞങ്ങൾ ഒന്നിച്ച് ലണ്ടനിലേക്ക് പോയി. ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ചണ്ഡീഗഡിലേക്ക് പോയാലും അദ്ദേഹത്തെയും ഫാമിലിയും കണ്ടിട്ടേ വരാറുള്ളൂ. കൂടാതെ അദ്ദേഹം മുംബൈയിലേക്ക് വരുന്ന സമയത്തും എന്നെ അദ്ദേഹം കണ്ടിട്ട് മാത്രമേ തിരിച്ചു പോകാറുള്ളൂ. അതായത് അതിനുശേഷവും ഞങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഫോണിലും സംസാരിക്കുമായിരുന്നു. പിന്നീടാണ് ഇതിൽ ഒരുപാട് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം സംഭവിച്ചത്. അതായത് കോവിഡിന്റെ സമയത്ത്, അതായത് കോവിഡ് ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും മരണപ്പെട്ടു. അത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ അടുത്ത് അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചത്? അദ്ദേഹമായിട്ട് ഞാൻ അവസാനമായിട്ട് സംസാരിച്ചത്, അദ്ദേഹം ചണ്ഡീഗഡിൽ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, കാരണം എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഫ്ലൈറ്റിൽ പോലും പോകാൻ പറ്റില്ലായിരുന്നു. പോകാൻ ഒരു സാധ്യതയും ഇല്ലാതായിപ്പോയി. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകൾ സോണിയ, ഞങ്ങൾ വളരെ ക്ലോസ് ആണ്, എനിക്ക് പെങ്ങളെ പോലെയായിരുന്നു. ഞങ്ങൾ ഒരു ഫാമിലിയെ പോലെയായിരുന്നു. ഒരു ദിവസം അവൾ എന്നെ ഫോൺ വിളിച്ചു. അവർ ഹോസ്പിറ്റലിലാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടായിരുന്നു, അവർക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അവരുടെ അവസ്ഥ അപ്പ് ഡൗൺ ആയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ബെറ്റർ ആവും, അടുത്ത ദിവസം മോശമാവും. അങ്ങനെ ഇരിക്കെ അവൾ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, അതായത് ഡോക്ടർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അദ്ദേഹം ഹീ ഡസൻറ്റ് ഹാവ് മച്ച് ടൈം നൗ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ, സോറി, അവൾ അദ്ദേഹത്തിന് ഫോൺ കൊടുത്തു. അവൾ പറഞ്ഞു, ഞാൻ ഫോൺ അദ്ദേഹത്തിൻ്റെ കാതിൽ വെക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ, ഗുഡ് ബൈ പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന്. സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഐ ടോൾഡ് ഹിം ഐ ലവ്ഡ് ഹിം റിയലി. ഐ ആം വെരി സോറി, എനിക്കവിടെ വരാൻ കഴിഞ്ഞില്ല. അത് അങ്ങനെയുള്ള ഒരു സമയമായിരുന്നു. കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് ആർക്കും പുറത്തു പോകാൻ പറ്റിയില്ല. പലർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് താങ്കളുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സിനിമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഒരു എമോഷണൽ ബോണ്ടിങ് താങ്കൾക്ക് ഏർപ്പെട്ട് കാണുമല്ലോ. അതെ സാർ, അത് സത്യമാണ്. ഐ മീൻ, ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാം. അതായത് ഞാൻ ആബ്സല്യൂട്ട്ലി ഐ ലവ് മൈ ഫാദർ, ഐ റെസ്പെക്ട് മൈ ഫാദർ, ഹീസ് മൈ ഫാദർ. പക്ഷേ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തെ പോലെ ഒരുപാട് പേര് കടന്നു വന്നിട്ടുണ്ട്, ഒരു ഫാദർ ഫിഗറിനെ പോലെ. എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഉണ്ടാവും. ആൻഡ് ഡെഫിനറ്റ്ലി മിൽഖ സാറും എനിക്ക് എൻ്റെ അച്ഛനെ പോലെയായിരുന്നു. ആഫ്റ്റർ മൈ ഫാദർ, അതെ, ആ ഒരു സ്ഥാനമായിരുന്നു. ഇപ്പോൾ നമുക്ക്
ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഫർഹാൻ അക്തറിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. ഞാൻ വളരെ സന്തോഷവാനാണ്. അതായത് രൺവീർ സിംഗ് ഒരു പുതിയ ഡോൺ ആവുകയാണ്. പുതിയ ജനറേഷന് വേണ്ടിയുള്ള കഥകൾ അദ്ദേഹം ചെയ്യാറുണ്ട്. ഞാൻ തീർച്ചയായും എക്സൈറ്റഡ് ആണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ ഫർഹാൻ അക്തർ ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഫർഹാൻ അക്തറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സെൽഫ് ഒബ്സെസ്ഡ് ആയി ഇരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ സാർ, സെൽഫ് ഒബ്സെസ്ഡ് ആയിരിക്കുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല. പക്ഷെ ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും താങ്കൾ, ഡയറക്ടറും താങ്കളാണ്, റൈറ്ററും താങ്കളാണ്, പ്രൊഡ്യൂസറും താങ്കളാണ്, ആക്ടറും താങ്കളാണ്, സിംഗറും താങ്കളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് വിട്ടുവെക്കരുതോ? സാർ, സത്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സിനിമയുടെ ബഡ്ജറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സർ, വൺ മാൻ ആർമി പോലെയാണോ? അല്ലല്ല, താങ്ക് യു. എനിക്ക് സിനിമ എടുക്കുക എന്നുള്ളത് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. എഴുതുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്, പിന്നെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് പാടാറുമുണ്ട്. എനിക്ക് ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വളരെ ഇഷ്ടമാണ്. ആളുകളുമായിട്ട് ഒരു കഥ ഷെയർ ചെയ്യാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ ഈ ഒരു ജോലിയിൽ എനിക്ക് സന്തോഷം കിട്ടുന്ന അത്രയും കാലം ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും സാർ. പിന്നെ മനസ്സനുവദിച്ചില്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. നോക്കൂ സാർ, താങ്കളോടൊപ്പം ജാവേദ് അക്തർ സാറുണ്ട്. അതെ. ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരെക്കാളും വലുതായ, എല്ലാവരെക്കാളും ബെസ്റ്റായ, എല്ലാവരെക്കാളും എഫക്റ്റീവായ റൈറ്റർ. അതെ. പക്ഷെ എന്തുകൊണ്ടാണ് താങ്കൾ അദ്ദേഹത്തെ റൈറ്ററായിട്ട് എടുത്തില്ല? അല്ല, ആക്ച്വലി ലക്ഷ്യം അദ്ദേഹമാണ് എഴുതിയത്. 25 വർഷത്തിന് ശേഷം ഒരു സിനിമ അത് ശരിയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് കുറച്ച് ഓപ്പണായിട്ട് തന്നെ പറയാം. കാര്യം എന്താണെന്നാൽ അദ്ദേഹം മറ്റൊരു കഥ കൂടി എഴുതിയിരുന്നു. ആ കഥ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനിരിക്കുകയാണ്. സോ അത് അധികം വൈകാതെ തന്നെ നിങ്ങൾ കാണും. ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളത് കാണും. ജാവേദ് അക്തർ എഴുതിയ ഏറ്റവും പുതിയ സ്ക്രിപ്റ്റ് നിങ്ങളുടെ മുന്നിൽ അത് എത്തും. ആക്ച്വലി അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എഴുതിയ ഡയലോഗ്സ് ഫർഹാൻ തീർച്ചയായിട്ടും റിജക്ട് ചെയ്യുമെന്ന് അദ്ദേഹം പറയും. അതായത് പഴയ കാലത്തെ ഡയലോഗ് ആണെന്നും പറഞ്ഞു. അല്ലല്ല, പഴയ കാലത്തെ ഡയലോഗൊന്നുമല്ല. ഞാനും ഒരിക്കലും ആ ഒരു തെറ്റ് അറിയാതെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പാട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതായത് ദിൽ ചാഹത്തേലെ ആദ്യത്തെ പാട്ട്, ദിൽ ചാഹത്താ ഹേലെ ആ പാട്ട്, കബീന ബീത്തെ ചംകീലെ ദിൻ, അദ്ദേഹമായിരുന്നു ആ ലിറിക്സ് എഴുതിയത്. ഞാൻ ആക്ച്വലി അഡ്വർടൈസിങ് ചെയ്യുമായിരുന്നു. അഡ്വർടൈസിങ് ലോകത്ത് നിന്നാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. അഡ്വർടൈസ്മെന്റിൽ ചംകീലയായിട്ട് ബന്ധമുള്ളത് ഡിറ്റർജന്റിനാണ്. അതെ, അദ്ദേഹം ആ ഒരു വരി എഴുതിയപ്പോൾ, ആ ഒരു ചംകീല എന്നുള്ള വരി, ഈ ചംകീല എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിചിത്രമായിട്ടുള്ള വേർഡ് പോലെ തോന്നി. അതിനൊരു മ്യൂസിക്കാലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞു, നീ ഒരു കൊച്ചു കുട്ടിയാണ്. അതെ. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, പ്ലീസ് നീ ഈ വേർഡ് ഒരിക്കലും മാറ്റരുത്. ഈ പാട്ട് ഇങ്ങനെ തന്നെ റിലീസ് ചെയ്യണം. ഈ പാട്ടിൻ്റെ USP ഉണ്ടല്ലോ, അത് ഈ വരിയായിരിക്കുമെന്നും പറഞ്ഞു. ഹി വാസ് റൈറ്റ്. പിന്നീട് അങ്ങോട്ട് ഈ പാട്ടിൻ്റെ കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ലിറിക്സിൻ്റെ കാര്യം വരുമ്പോൾ, ഞാൻ അദ്ദേഹമായിട്ട് ഒരിക്കലും ആർഗ്യൂ ചെയ്യാറില്ല. പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കും, അത് വായിക്കാനായിട്ട്. ആൻഡ് ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് വളരെ കൂടുതലായതുകൊണ്ട് അദ്ദേഹം എനിക്ക് സജഷൻസ് തരും. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ സ്വീകരിക്കും. ചില സമയത്തൊക്കെ അദ്ദേഹത്തിന് എല്ലാം ശരിയായിട്ട് തോന്നും, പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ തോന്നാറില്ല. അതുകൊണ്ട് ഞാനത് സ്വീകരിക്കാറില്ല. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, നീ തെറ്റാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയും, നമുക്ക് തെറ്റിയെന്നല്ലേ പഠിക്കാൻ പറ്റുക, ദയവേ തന്നെ തെറ്റിയാൻ അനുവദിക്കൂ എന്ന്. നോക്കൂ, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പറയും. ഇനി താങ്കളുടെ കാര്യമാണെങ്കിലും ശരി, സിസ്റ്റർ സോയയെക്കുറിച്ചും അവരെപ്പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. സോയ അദ്ദേഹത്തോട് നായിക്ക് വേണ്ടി ഡയലോഗ് എഴുതാൻ പറഞ്ഞു. അതെ, അദ്ദേഹം ഇതിനെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നു. ശരി, നിന്നോടൊന്ന് ചോദിക്കാനുണ്ട്. നീ ഹൃദയമിടിപ്പ് പോലുള്ള ഡയലോഗൊക്കെ എഴുതും, പക്ഷെ നിന്റെ അനിയത്തി ഡോഗുകളെ കുറിച്ചുള്ള ഡയലോഗ് എന്തുകൊണ്ട് നിന്നെ കൊണ്ട് എഴുതിച്ചില്ല? ഞാനത് അവളോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. പക്ഷേ അതിലെ ആ ഒരു ഡോഗിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതൊരു ഡീപ്പ് തിങ്കറാണ്, ഫിലോസഫറാണ്. ചിലപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ തോന്നിയിരിക്കാം, എനിക്കങ്ങനെ ഡീപ്പ് തിങ്കിങ്ങും ഫിലോസഫിയും ഒന്നും ഇല്ല എന്ന്. സോ അവള് എക്സ്പേർട്ടിന്റെ അടുത്തേക്ക് പോയി. പിന്നെ ഇക്കാര്യം സത്യമാണ്, ആ സിനിമയിൽ ഡോഗ് താങ്കളുടെ മുഖത്ത് നക്കാൻ വേണ്ടി താങ്കൾ മുഖത്ത് ഐസ്ക്രീം തേച്ചെന്ന് കേട്ടു. പിന്നെ ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എനിക്ക് ഈ ഡോഗുകളെ ഒട്ടും പേടിയില്ല. പിന്നെ ആ സീൻ നോക്കുകയാണെങ്കിൽ ആ ഡോഗ് എൻ്റെ മുഖം മുഴുവനായിട്ടും നക്കണം. ഞങ്ങൾ ഒരുപാട് ടേക്സ് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഉമ്മ കൊടുക്കാൻ നോക്കി, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു. പക്ഷേ ആ ഡോഗ് ഞാൻ പറഞ്ഞത് ഒന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഞങ്ങൾക്ക് വേണ്ട ഷോട്ട് ഒരുപാട് നേരമായിട്ടും കിട്ടിയില്ല. അങ്ങനെ ഫൈനലി ആ ഡോഗിനെ എങ്ങനെയെങ്കിലും എക്സൈറ്റ് ചെയ്യിക്കണമെന്ന് തോന്നി. സോ അതിൻ്റെ ട്രെയിനർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, അതായത് ആ ഒരു ഷോട്ട് ഡോഗിന് നേരെ ആയിരിക്കുമ്പോൾ, എൻ്റെ മുഖം കാണാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് ഐസ്ക്രീം തേച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു വാനില ഐസ്ക്രീം എടുത്ത് എൻ്റെ മുഖത്ത് തേച്ചു. അപ്പോൾ ആ ഡോഗ് വന്നിട്ട്
നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഷോട്ടും കിട്ടി. അതായത് ഇതൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ ഗ്ലാമറസ് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ അകത്ത് വന്ന് നോക്കിയാ ഡോഗിനെ കൊണ്ട് നക്കിക്കാൻ വേണ്ടി മുഖത്ത് ഐസ്ക്രീമൊക്കെ തേക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ഡോഗയ്ക്ക് വേണ്ടി ഒരാളോട് താങ്കൾ ഡയലോഗ് എഴുതാനും പറയും. അതാരെങ്കിലും എന്തായാലും എഴുതണമല്ലോ. പിന്നെ താങ്കൾ ഡോഗിന് വേണ്ടി ജാമിംഗ് വരെ ചെയ്തിരുന്നു. ഡോഗിയുടെ കൂടെ ജാമിങ്ങോ? അതായത് താങ്കളുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒരാൾ എനിക്ക് അയച്ചു ഓ തന്നു. അതെ 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 അതെ. ഞങ്ങളുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ മൊത്തം 4 ഡോഗ്സ് ഉണ്ട്. ആ 4ഉം ഇന്ത്യൻ നാടൻ ഡോഗ്സ് ആണ്, സ്ട്രീറ്റ് ഡോഗ്സ് ആണ് ഞങ്ങൾ വീട്ടിൽ വളർത്തുന്നത്. അതിൽ ഒരു നായയുടെ പേര് ടൈസൺ എന്നാണ്. അതിന് പാട്ട് വളരെ ഇഷ്ടമാണ്. അതായത് നമ്മൾ ഒരു ലൈന് പാടിയാൽ മതി, അതിന്റെ കാതിൽ ഒരു റിതം സെൻസ് ചെയ്യാൻ പറ്റിയാ പിന്നെ, മെലഡി ഉണ്ടെന്ന് തോന്നിയാ പിന്നെ അതും കൂടെ ജോയിൻ ചെയ്യും. ഔ ദേ ഇങ്ങനെ. അത് നമ്മുടെ കൂടെ തന്നെ ചേർന്ന് പാടും. അത് നന്നായിട്ട് ശ്രമിക്കും. അതായത് അതിന്റെ റേഞ്ച് വേറെയാണല്ലോ ഡോഗുകളുടെ. നമ്മൾ ഹൈ പിച്ചിൽ പാടിയാൽ അതും മുകളിലോട്ട് വരും, നമ്മൾ ലോ പിച്ചിൽ പാടിയാൽ അതിന്റെയും സ്വരം നല്ലോണം താഴും. സോ ആ ഡോഗ് കാരണം ബാക്കിയുള്ള 3 ഡോഗുകൾക്കും അവറ്റകൾ ചിന്തിക്കും ഞങ്ങൾ ബാക്കിംഗ് വോക്കലിസ്റ്റുകളായിട്ട് നിൽക്കണമെന്ന്. അങ്ങനെ അത് പാടാൻ തുടങ്ങിയാൽ ബാക്കിയുള്ള 3ഉം കൂടി അതിന്റെ പുറകെ വന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തോളും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പബ്ലിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത എന്തെങ്കിലും കാര്യം ഇപ്പൊ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ വളരെ ഭാഗ്യവാനാണെന്നേ പറയൂ. കാരണം എത്തരത്തിലുള്ള സിനിമകളാണോ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് അത് മാത്രം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിലവിൽ എനിക്കുണ്ട്. പിന്നെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ ജോലി ചെയ്യേണ്ടി വരുന്നത് അതൊരു നിർബന്ധം കൊണ്ടുകൂടിയാണ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഏത് ജോലി കിട്ടിയാലും അവരതൊക്കെ ചെയ്തേ മതിയാവൂ. അത് അവർക്ക് ജീവിക്കാനുള്ള ഒരു വഴിയാണ്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിൽ ആരാണോ ഈയൊരു സ്ഥാനത്തേക്ക് വളരുന്നത്, അതായത് ഏത് സിനിമകൾ ചെയ്യണമെന്ന് സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അതുണ്ടാവണം. ആ രീതിയിൽ നോക്കിയാൽ ഞാൻ സക്സസ്ഫുൾ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഏത് കരിയറിലാണോ ഉള്ളത്, അപ്പോൾ ആ സ്വാതന്ത്ര്യം എനിക്കുള്ളത് വരെ ഞാൻ വേറെ ഒന്നും തന്നെ നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടാവില്ല. താങ്കളുടെ ആദ്യത്തെ സിനിമ റോക്ക് ഓൺ ഒരു ആർട്ടിസ്റ്റായിട്ട് ചെയ്തത്. അതിനു മുൻപ് താങ്കൾ ഡയറക്ടറാണ്, സക്സസ്ഫുൾ ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. അതെ. സോ ആക്ടിംഗ് ചെയ്യുന്ന ഐഡിയ എവിടെ നിന്നാണ് വന്നത്? ആക്ടിംഗ് ചെയ്യാനുള്ള ഐഡിയ കിട്ടിയത് എവിടുന്നാണെന്ന് വെച്ചാൽ അത് അഭിഷേക് കപൂറിന്റെ അടുത്തുനിന്നാ. റോക്ക് ഓൺ പടത്തിന്റെ ഡയറക്ടർ അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അറിയാം. സോ ഒരു ദിവസം ഞാൻ പുറത്തുള്ള സമയത്ത് ഡോൺ റിലീസായതിനു ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയുണ്ടായി. അപ്പോൾ എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അതായത് അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ പടത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന്. അദ്ദേഹത്തെ കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പടം ചെയ്യാൻ പോവുകയാണ്, അതൊരു റോക്ക് ബാൻഡിനെ പറ്റിയുള്ള പടമായിരിക്കും, അതിൽ നിങ്ങൾ ഈ ഒരു റോൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ലീഡ് സിംഗറിന്റെ റോള്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെയായിട്ടും ആക്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എനിക്ക് ആക്ടിംഗ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല തീർച്ചയായിട്ടും നിനക്ക് ഇത് ചെയ്യാൻ പറ്റൂ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് നിനക്കെങ്ങനെ അറിയാമെന്ന്. അപ്പോൾ പറഞ്ഞു, അല്ല എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട് എന്ന്. നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഈ പടം ചെയ്യാൻ തയ്യാറാവണം. ഞാൻ നാളെ തന്നെ നിങ്ങളുടെ ഓഫീസിലേക്ക് വരാം. ഞാൻ നിങ്ങൾക്ക് കഥയും സ്ക്രിപ്റ്റും ഒക്കെ പറഞ്ഞു തരാം. ഒരുപക്ഷെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് നിങ്ങളിത് ചെയ്യണം. ഒരുപക്ഷെ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ ആ കഥ കേട്ടു. നിങ്ങളും ആ പടം കണ്ടിട്ടുണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ആ കഥ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പടത്തിൽ മ്യൂസിക് ഉണ്ടായിരുന്നു, റോക്ക് മ്യൂസിക്. എനിക്കാണെങ്കിൽ റോക്ക് മ്യൂസിക് വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇതിലെ പാട്ടും നിങ്ങൾ തന്നെ പാടണമെന്ന്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഞാൻ പാടുമെന്നും ഗിറ്റാർ വായിക്കുമെന്നൊന്നും. സോ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒന്നിച്ച് നടന്നു. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്. പിന്നെ ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കിത് ചെയ്യാം, നോക്കാമെന്ന്. എനിക്ക് അത് ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ നിന്നാണ് എൻ്റെ ആക്ടിംഗ് കരിയർ തുടങ്ങിയത്. താങ്കൾ പാട്ടുപാടി അതിനുവേണ്ടി എന്തെങ്കിലും ട്രെയിനിങ് എടുത്തിരുന്നോ? മ്യൂസിക്, സിംഗിങ് അതുപോലെ? ഇതുവരെ ട്രെയിനിങ് എടുക്കാത്തവർക്കൊക്കെ ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് എന്ന് തോന്നും. പക്ഷെ ഒരിക്കലെങ്കിലും ട്രെയിനിങ് എടുത്തവർക്ക് മനസ്സിലാവും ഞാൻ ട്രെയിനിങ്ങേ എടുത്തിട്ടില്ല എന്ന്. അതാണ് അവസ്ഥ. ഞാൻ ട്രെയിനിങ് ഒന്നും അന്ന് എടുത്തിരുന്നില്ല. ഞാൻ പണ്ട് മുതലേ ഗിറ്റാർ വായിക്കാറുണ്ടായിരുന്നു, ഒരു ടീനേജ് പ്രായം മുതലൊക്കെ. ഞാൻ ഗിറ്റാർ വായിക്കും, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഞാൻ പാടുമായിരുന്നു. അതൊക്കെ എനിക്കൊരു റിഹേഴ്സൽ പോലെ ആയിരുന്നു ശരിക്കും. അങ്ങനെ ഗിറ്റാർ വായിച്ച് പാടിയത് കൊണ്ടാണ് അത് ചെയ്യാൻ കഴിഞ്ഞത്. ഞാനത് നോട്ട് ചെയ്തിരുന്നു. പാട്ട് താങ്കൾ മാത്രമല്ല പാടിയത്. അതെ. താങ്കൾ ബച്ചൻ സാറിനെയും പാടിപ്പിച്ചു, അതിനുശേഷം ഋത്തിക് റോഷനെയും പാടിപ്പിച്ചു, അതെ. അതിനുശേഷം പ്രിയങ്ക ചോപ്രയോടും പാടാൻ പറഞ്ഞു. അല്ല, അതായത് ബച്ചൻ സാറിന്റെ വോയിസ് നോക്കുകയാണെങ്കിൽ അത് വളരെ ബേസ് ഉള്ളതാണ്. അദ്ദേഹം പാടിയിട്ടുണ്ട്, മുന്നേ ഒരുപാട് പടങ്ങളിൽ അദ്ദേഹം പാടിയിട്ടുള്ളതാണ്. പിന്നെ ഈ അത്രങ്കി യാരി എന്ന പാട്ട് വന്നപ്പോൾ ആ ഒരു പടം ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ളൊരു മൂവി ആയിരുന്നു. അതാണെങ്കിൽ വളരെ അൺലൈക്ലി ഫ്രണ്ട്ഷിപ്പ്. ഒരു ഭാഗത്ത് ഒരു റെസ്പെക്റ്റഡ് വേൾഡ് ചെസ് പ്ലെയറും മറ്റൊരു ഭാഗത്ത് ജീവിതപ്രയാസങ്ങളും ദുഃഖമായിട്ട് കഴിയുന്ന ഒരു പോലീസ് ഓഫീസർ.
അതൊരു അൺലൈക്ലി ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. സോ അത് ഒരു പാട്ടായിട്ട് ക്യാപ്ചർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. പിന്നെ റോച്ചക് കോഹ്ലി സാറ് അദ്ദേഹം ഒരു നല്ല മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹമാണ് ആ പാട്ട് കമ്പോസ് ചെയ്തത്. സോ എന്നോട് അപ്പോൾ ആരോ പറഞ്ഞു, അതായത് നിങ്ങളും ബച്ചൻ സാറും കൂടി ഒന്നിച്ച് പാടുകയാണെങ്കിൽ എനിക്കത് കേട്ടിട്ട് വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പോഴും ആ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പിന്നെ ഒരു പാട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ വെച്ച് ഒന്നിച്ച് പാടി. അതിനുശേഷം മുംബൈയിൽ വെച്ചൊരു കോൺസേർട്ട് നടന്നിരുന്നു, ഗ്ലോബൽ സിറ്റിസന്റെ ഒരു കോൺസേർട്ട്. അന്ന് സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് ഈ പാട്ട് പാടാനുള്ള ചാൻസ് കിട്ടി. ഇതെന്റെ കരിയറിലെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഋത്തിക്, അദ്ദേഹത്തിന്റെ ഡാൻസിനെ കുറിച്ച് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതെ, ഋത്തിക് ആക്ച്വലി ഒരു കംപ്ലീറ്റ് ആക്ടറാണ്. അദ്ദേഹം തന്റെ സ്വരത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം സിംഗിങ് ക്ലാസ്സിനൊക്കെ പോവാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വോയിസിന് ഒരു നല്ല റേഞ്ച് ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ശബ്ദം കൺട്രോൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായും ആക്ടിങ്ങിലും യൂസ് ആവും. നല്ല യൂസ്ഫുൾ ആവും. കാരണം നമുക്ക് നല്ലൊരു പെർഫോമൻസ് പിച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഏതെങ്കിലും ഒരു ഡയലോഗ് ലോ പിച്ചിൽ സംസാരിച്ച് പെട്ടെന്ന് ഹൈ പിച്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറാറുണ്ട്. സോ അദ്ദേഹം എപ്പോഴും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിപ്പോൾ ഏതൊരു ആക്ടറായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ സോയയാണ് ഡിസൈഡ് ചെയ്തത് ഈ സെന്നോറിറ്റ പാട്ട്. ഈ ആക്ടേഴ്സ് 3 പേരും ആക്ടേഴ്സായിട്ട് തന്നെ നിന്നു. പാട്ട് പാടുന്നതിൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഋത്തിക്കും ഞാനും കൂടി ശങ്കർ മഹാദേവൻ സാറിനെ കാണാനിരിക്കുകയായിരുന്നു. പിന്നെ ശങ്കർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ റോക്ക് ഓൺ പാട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് പാടിയിരുന്നത്. ഞാൻ എത്ര നെർവസ് ആയിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ അന്ന് സ്റ്റുഡിയോയിലേക്ക് പോയപ്പോൾ റെക്കോർഡിങ്സിന് വേണ്ടി ഞാനവിടെ പോയപ്പോൾ നടുവിൽ ഗ്ലാസ് ഉണ്ടാവും, പിന്നെ ഇപ്പുറത്ത് ബൂത്ത്, അപ്പുറത്ത് ശങ്കർ സാർ ഉണ്ടായിരുന്നു, ഒപ്പം സൗണ്ട് എഞ്ചിനീയർ, 1-2 പേര് അവിടെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോൾ ഋത്തിക്കും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആവശ്യമുള്ളവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി, ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയിക്കോളൂ എന്ന്. കാരണം മിസ്റ്റേക്കുകൾ പറ്റും. എനിക്കൊരു പക്ഷേ ഒരു ചിന്തയുണ്ടാവാം, ഞാൻ കിഷോർ കുമാറിനെ പോലെയൊക്കെ പാടുമെന്ന്. പക്ഷെ അവിടുന്ന് പാടിയാൽ ചിലപ്പോൾ കാളരാഗമായിരിക്കും വരുന്നത്, ആർക്കറിയാം. സോ ശങ്കർ മഹാദേവൻ സാർ ഒഴികെ ബാക്കി എല്ലാവരും പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് സ്റ്റുഡിയോയിലുള്ള എല്ലാ ലൈറ്റ്സ് ഓഫ് ചെയ്തേക്കൂ എന്നാണ്. കാരണം ആരും എന്നെ കാണാതിരിക്കാൻ വേണ്ടി. അതായത് ഞാനെങ്ങാനും മിസ്റ്റേക്ക് വരുത്തിയ ഈ ആളുകളൊക്കെ പറഞ്ഞു നടക്കില്ലേ. മാത്രമല്ല അദ്ദേഹം ഒരു ടാലന്റഡ് സിംഗറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പോസ് ഉണ്ടാവും, പിന്നെ അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവും, പിന്നെ കൈകൊണ്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇങ്ങനെ പാടുമ്പോൾ കാണിക്കും. എനിക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ആകെ അറിയാവുന്നത് ഈ എൻ്റെ കയ്യിൽ ഇങ്ങനെ മൈക്കും പിടിച്ചുകൊണ്ട് പാടാനാ. പിന്നെ ഞാൻ കരുതി ഇരുട്ടിൽ ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെ അവിടുന്ന് പാടാമെന്ന്. അപ്പോൾ ഈസി ആയിട്ടൊരു ഫ്ലോ കാരണമെങ്കിൽ പുറത്തേക്ക് വരുമല്ലോ. സോ അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ ഋത്തിക്ക് വന്നപ്പോൾ ശങ്കറും കൂടെ ഉണ്ടായിരുന്നു. അതും ശങ്കർ ആദ്യത്തെ ദിവസം തന്നെ ശങ്കർ സാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു റിഹേഴ്സലിന്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട, നിങ്ങൾ പോയി പാടിക്കോളൂ എന്ന്. വീട്ടിൽ വെച്ച് ചെറിയ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ജസ്റ്റ് ഗോ സ്ട്രേറ്റ് ഇൻ ടു ദി ബൂത്ത് ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ട് സിംഗിങ്. കാരണം നിങ്ങൾ പാടാതിരിക്കുന്നത് വരെ നമ്മുടെ മനസ്സ് അങ്ങനെ തന്നെയാണ് പറയുക, അതായത് നമുക്ക് പാടാൻ പറ്റില്ല എന്ന്. അതാണ് പ്രശ്നം. സോ ഹി ഹാസ് ബീൻ വെരി വെരി ഇൻസ്ട്രുമെന്റൽ ഫോർ മീ. പിന്നെ ഋത്തിക്കിനും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു, പാടാൻ കഴിയുമെന്ന്. ഇത് സത്യമാണോ? ഒരു പ്രാവശ്യം AR റഹ്മാൻ സാർ താങ്കളെ പാട്ട് പാടാൻ വേണ്ടി ക്ഷണിച്ചു, പക്ഷെ താങ്കളത് നിരാകരിച്ചു. അതെ, അത് സത്യമാണ്. സോ അദ്ദേഹം, എനിക്ക് ഈ പടത്തിൻ്റെ പേര് ഓർമ്മയില്ല. ആ പാട്ട് ഫലക്ക് എന്നെങ്ങാനും തുടങ്ങുന്ന ഒന്നായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ആ പാട്ടിൻ്റെ ട്യൂൺ അല്ലെങ്കിൽ കമ്പോസിഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് എനിക്ക് തോന്നി. ഞാനാണെങ്കിൽ അതുവരെ റോക്ക് ഓണിലെ പാട്ട് മാത്രമേ പാടിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് തോന്നി ആ പാട്ട് എനിക്ക് പാടാൻ സാധിക്കില്ല എന്ന്. കാരണം അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു സിംഗർ തന്നെ അതിന് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ സ്ട്രെങ്ത് ആസ് എ സിംഗർ എനിക്കറിയാം ഞാൻ ഏതിലൊക്കെ ഗുഡാണ് എന്ന്. പക്ഷേ ആ പാട്ട് വളരെ വ്യത്യസ്തമായിരുന്നു, എന്നെക്കൊണ്ട് പാടാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നി. സോ ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പറഞ്ഞു എന്നോട് ക്ഷമിക്കണമെന്ന്. കാരണം AR റഹ്മാൻ സാറിനെ പോലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഈ പാട്ട് പാടാൻ പറഞ്ഞിട്ടും എനിക്ക് അത് പാടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. ഞാനത്ര കഴിവുള്ളൊരു സിംഗറൊന്നും അല്ലല്ലോ. താങ്കളോട് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ടെങ്കിലും എന്നെക്കൊണ്ട് ഇത് പാടാൻ സാധിക്കില്ല. സോ ഫോർഗീവ് മീ എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് അതിനുശേഷം അദ്ദേഹം എന്നെ ഒരു തവണ പോലും പിന്നെ വിളിച്ചിട്ടില്ല. സർ, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? സെന്യൂരിത പാടണമെങ്കിൽ ഋത്തിക്കും അഭിയും 2 പേരും വേണം. പിന്നെ ഒരു സ്പാനിഷ് സിംഗറും വേണം. പക്ഷേ റോക്ക് ഓണിലത് വേണമെങ്കിൽ പാടാം. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ പാടാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പാടുമല്ലോ അല്ലേ? ഓക്കെ. दिल क्या कहता है मेरा क्या मैं बताऊं, तुम ये समझोगे शायद मैं पागल हूँ. दिल करता है टीवी टावर पे मैं चढ़ जाऊं, चिल्ला चिल्ला के मैं ये सबसे कह दूं. है ये वक्त का इशारा, हर लम्हा पुकारा, यूं ही देखता है क्या तू,
जिंदगी मिलेगी ना दोबारा. Thank you. ഇപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഫർഹാൻ അക്തറിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഒരേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനതിനെ വെറുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെനിക്ക് പേടിയാണ്. അത് കോക്രോച്ചാണ്. അത് കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ വലിയ പ്രോബ്ലം ഉള്ളത്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലിം സ്റ്റാർ ഫർഹാൻ അക്തറിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഫർഹാൻ അക്തറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിൽ കുടുങ്ങുന്നു എന്നുള്ളതാണ്. നോക്കൂ സർ, താങ്കളുടെ ജീവിതം വളരെ സിമ്പിൾ ആണ്. ജോലിയിൽ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ താങ്കൾ പറഞ്ഞിരുന്നു. ആവശ്യമില്ലാത്ത കാര്യമൊന്നും കെയർ ചെയ്യില്ലെന്നും പറഞ്ഞു. അതെ. പക്ഷേ 2-3 സംഭവങ്ങൾ നടന്നിരുന്നു. ബോബി ദിയോളിന്റെ ഒരു സിനിമയുണ്ട്, അനിമൽ. അതെ. അതിനെക്കുറിച്ച് താങ്കൾ കമന്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഈ ക്യാരക്ടർ പ്രോബ്ലമാറ്റിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാർ, ഈ ടോക്സിക് മാസ്കുലിനിറ്റി എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു പ്രോബ്ലം ആണ്. നമ്മുടെ രാജ്യത്ത് അത് വലിയൊരു പ്രോബ്ലമാണ്, ടോക്സിക് മാസ്കുലിനിറ്റി. കാരണം കുട്ടിക്കാലം മുതലേ ആളുകൾക്ക് ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക് അവരെയൊക്കെ പഠിപ്പിക്കുന്നത് നീ വളർന്നതിന് ശേഷം നീ അതായി മാറണം, ഇതായി മാറണം എന്നൊക്കെയാണ്. നോ എന്നൊരു ആ ഒരു വാക്കിനെ സ്ഥാനം ഉണ്ടാവരുത്, നമുക്ക് വേണ്ടതൊക്കെ നേടാൻ പറ്റണം എന്നൊക്കെ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, നീ ഒരു ആൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ആൺകുട്ടി ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ല, അതായത് ആൺകുട്ടികൾക്കുള്ളിൽ ഒരിക്കലും ഫീലിങ്സേ ഉണ്ടാവില്ല, അവൻ റോബോട്ട്സിനെ പോലെ പോകണം, ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. സോ ഒരുപക്ഷേ നിങ്ങൾ ആരാണെങ്കിലും അതുപോലൊരു ആൺകുട്ടിയെ, യാതൊരു എമ്പതിയും ഇല്ലാത്തൊരു ആൺകുട്ടിയെ, അതായത് ഒന്നിനെപ്പറ്റിയും കെയർ ചെയ്യാത്ത അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫിലിംസിലും ഇതൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടു വളർന്ന ഒരുപാട് സിനിമകളിൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അത് കണ്ടാണ് നമ്മൾ വളർന്നത്. സോ നമ്മൾ കണ്ടു വളർന്ന ഈ പടങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് ഹീറോയിനോട് തെറ്റായിട്ട് പെരുമാറിയാൽ, പിന്നെ തെറ്റായ ഉദ്ദേശങ്ങളോടുകൂടി പെൺകുട്ടിയെ നോക്കിയാൽ, പെൺകുട്ടികളോട് സംസാരിച്ചാൽ അവനൊരു വില്ലനായിട്ട് മാറും. അവൻ തെറ്റിയാണെങ്കിൽ അവനെ ഹീറോ തല്ലും, അല്ലെങ്കിൽ ഹീറോയിൻ അവനെ തല്ലും. സോ അപ്പം നമുക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ പടം അവസാനിക്കുമ്പോൾ ഒരു തല്ല് ഉറപ്പായിട്ടും ഉണ്ടാവും എന്നാണ്. ഇനി ഇപ്പോൾ ആ വില്ലനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങിയ, ഈ വില്ലനാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ആ വില്ലനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യമല്ലേ. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, പടങ്ങളുടെ എഫക്റ്റ് സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്കൊരിക്കലും പറയാൻ സാധിക്കില്ല അതായത് സിനിമ എന്റർടൈൻമെന്റ് മാത്രമാണെന്ന്. സിനിമ എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കാണണം, അത് കാരണം സൊസൈറ്റി ഒരു തരത്തിലും സ്വാധീനിക്കപ്പെടുന്നില്ല എന്നൊന്നും. ആ കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. അങ്ങനെയുള്ളവർ അത്തരം പടങ്ങൾ എടുക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസം എന്താണെന്നാൽ, നമ്മൾ ലക്ഷ്യയെപ്പറ്റി പോലും ഇപ്പോഴാണ് സംസാരിക്കുന്നത്. ഞാൻ അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ശരിക്കും കണ്ടതാണ്. ആ പടം കണ്ടിട്ട് ഒരു പയ്യൻ ചിന്തിക്കുകയാണ് എനിക്ക് ആർമിയിൽ ചേരണമെന്ന്. അപ്പോൾ അതൊരു നല്ല സ്വാധീനമാണ്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ചിന്തിച്ചുകൂടെ ഇത്തരത്തിലുള്ള പടങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്ന്. അതായത് ഒരു മോശക്കാരനെ നല്ലവനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ളത്. അത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റാണ് ആ പടത്തിൻ്റേത്. അപ്പോൾ എനിക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? പക്ഷെ താങ്കൾ ലക്ഷ്യന്റെ എഫക്റ്റ് ആണ് നോക്കുന്നത്, പക്ഷെ താങ്കൾ മിർസാപൂറിന്റെ എഫക്റ്റ് നോക്കുന്നേ ഇല്ല. അല്ല, അങ്ങനെയല്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ മിർസാപൂറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിലെ ഡയറക്ടറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ, അതായത് ശരിയേതാ തെറ്റേതാ എന്ന് അദ്ദേഹം ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏത് മനുഷ്യനാണോ തെറ്റ് ചെയ്യുന്നത് അതിനെ അതിൽ തെറ്റായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. എനിക്ക് വയലൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല, വൾഗറായിട്ടുള്ള ഡയലോഗ് ഉണ്ടെങ്കിലും എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ ഡയറക്ടർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് അദ്ദേഹം ഈ ഒരു സൃഷ്ടിയിലൂടെ എന്താണ് ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇതാണ് ശരിക്കും പ്രധാനം. പക്ഷേ ഇതിൽ നടന്നത്, ഇത് ലോകത്ത് നടക്കുന്നതാണ്, ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. നിങ്ങൾ കാണിച്ചോ, പക്ഷേ പ്രശ്നമില്ല. FIR ഒക്കെ ഇട്ടിരുന്നു, അതിനുശേഷം താങ്കളുടെ മേൽ കേസ് ഇട്ടിരുന്നു മിർസാപൂർ സിനിമയ്ക്കെതിരെ. അതെ, കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ മിർസാപൂർ എന്ന പേര് മോശമാക്കുന്നു പറഞ്ഞ്. സോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ മിർസാപൂരിലുള്ള വ്യക്തിയാണ്, ജനങ്ങൾ എവിടെ പോയാലും കാലിമയ്യാന്ന് എന്നെ വിളിക്കുന്നു. ഇതെനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ. അതിനെപ്പറ്റി എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിർസാപൂരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കോളുകളൊക്കെ വന്നു. മിർസാപൂർ വളരെ ഫേമസ് ആയി. ഇപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം മിർസാപൂർ എവിടെയാണ് ഉള്ളതെന്ന്. പബ്ലിക്കിൽ ആർക്കെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. ഇത് ഫൈനൽ റൗണ്ടാണ്. ഞങ്ങൾക്കുള്ളത് ഒരു ചോദ്യമാണ്. നിങ്ങളെ എപ്പോഴും കൂളായിട്ട് കംഫർട്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവിടെയും നിങ്ങൾ അതേ മൂഡിലാണ് കാണുന്നത്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന പോലെ, ദേഷ്യപ്പെടുത്തുന്ന പോലെ എന്തെങ്കിലും? അതെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ. സ്ത്രീകൾക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട്. താങ്കൾക്കപ്പോ ദേഷ്യം വന്നില്ലേ?
നസറുദ്ദീൻ ഷാ പോലുള്ള ഒരു ആക്ടർ പറഞ്ഞിരുന്നു, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഫറാൻ അക്തർ, ഐ ഡോണ്ട് വാച്ച് ഈസ് ഫിലിം. അല്ല, അതിനകത്ത് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ചെറുതായിട്ട് ഡിസപ്പോയിന്റഡ് ആയി. ഒരുപക്ഷെ അദ്ദേഹം എന്റെ സിനിമകൾ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ചിലപ്പോൾ മിൽഖ സിംഗ് മാറുമായിരുന്നു. കണ്ടതിന് ശേഷം ഒരാൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ആ അദ്ദേഹത്തിന് ആക്ടിങ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെന്തോ പ്രശ്നമുണ്ടെന്നല്ലേ? സാർ, ഇതിന്റെ മറുപടി അദ്ദേഹത്തിനാണ് പറയാൻ സാധിക്കുക. അതായത് അദ്ദേഹത്തെ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സിന്ദഗി നാ മിലേഗി ദോബാരയിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ എന്നെ നന്നായിട്ട് അറിയാം. പക്ഷെ അന്ന് എനിക്ക് അദ്ദേഹം ആരാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു ആക്ടറാണെന്ന് മാത്രമായിരുന്നു എനിക്ക് അറിയാവുന്നത്. എനിക്ക് ശരിക്കും ഒരു കാര്യം മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ മികച്ചൊരു പെർഫോമറാണ്, അതിലൊരു സംശയവുമില്ല. അദ്ദേഹം വളരെ മികച്ചൊരു ആക്ടർ തന്നെയാണ്. ഒരുപക്ഷെ താങ്കൾക്ക് ഇതാണ് വേണ്ടതെങ്കിൽ, അതായത് ഒരാളുടെ വർക്ക് ബെറ്റർ ആവാൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആവാനുള്ളൊരു ആഗ്രഹം, അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. നിങ്ങൾക്ക്, അതായത് ഞാൻ ചെയ്യുന്ന രീതിയാണേ, ഞാൻ എൻ്റെ ഫോൺ എടുക്കും, എന്നിട്ട് ഞാൻ അവരെ വിളിക്കും. ഞാൻ ആരോടാണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ. അപ്പോൾ പറയും, ബ്രദർ, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് വരണം, എനിക്ക് നിങ്ങളുടെ പടം കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഒരുപക്ഷെ താങ്കൾ ആക്ടിങ്ങിൽ പാഷനേറ്റ് ആണെങ്കിൽ ദയവേത് ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറയും. ഇതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ഈ പ്രസിൻ്റെ മുന്നിൽ പോയി പറയുന്നത്, അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ്, അതായത് അദ്ദേഹം ചെയ്തത് തീരെ ശരിയല്ല എന്ന്. അതത്രയേ ഉള്ളൂ. അതല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒപ്പീനിയൻ എന്നെപ്പറ്റി ഉണ്ടെന്ന് വെച്ച് എനിക്കൊരിക്കലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് മാറാൻ പറ്റില്ലല്ലോ. ഒരു ചോദ്യം കൂടി ചോദിക്കാം. ജീവിതത്തിൽ എന്തിനെങ്കിലും താങ്കൾ ഭയപ്പെടുന്നുണ്ടോ? എനിക്ക് ഈ ഒരു കാര്യം, അതായത് അത് ഏത് കാര്യമാണെന്ന് വെച്ചാൽ, എൻ്റെ വളരെ അടുത്ത ആളുകൾ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്, അവരുടെ ആരോഗ്യം നല്ലതായിരിക്കണം, അവർക്കൊന്നും പറ്റാൻ പാടില്ല, അവരെപ്പോഴും സേഫായിട്ടിരിക്കണം, അവർ ഹെൽത്തി ആയിരിക്കണം. ഈ ഒരു കാര്യം മാത്രമേ എനിക്കെൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇതല്ലാതെ എൻ്റെ മനസ്സിൽ ഒരു കാര്യം കൂടി ഉണ്ടാവാറുണ്ട്. അത് ഞാനതിനെ ഭയക്കുന്നത് കൊണ്ടാണ് ഞാനതിനെ വെറുക്കുന്നതും. അത് കോക്രോച്ചാണ്. അത് കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കോക്രോച്ച്? അതെ, നല്ല പേടിയാ. എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ് അത് എന്തിനാണ് നിലനിൽക്കുന്നത് എന്ന്. അത് ഉണ്ടാവും, അതിനും സർക്കിൾ ഓഫ് ലൈഫിലെ ഒരു സ്ഥാനം ഉണ്ടാവും. നാച്ചുറൽ അതിന് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടാവും. പക്ഷെ എനിക്കിതുവരെ അത് മനസ്സിലായിട്ടില്ല, അതിൻ്റെ റോൾ എന്താണെന്ന്. പിന്നെ അത് ഈ അകത്തുനിന്നൊക്കെ പുറത്തോട്ട് വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് നിൽക്കും, എന്നിട്ട് നമ്മുടെ മുന്നിൽ വെച്ചത് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങും. അതെനിക്ക് എങ്ങനെയാണ് തോന്നുകയെന്ന് വെച്ചാൽ, എൻ്റെ പേടി എത്രയാണെന്ന് അത് ടെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് തോന്നുക. അതിൻ്റെ പിന്നിലെ കാരണം എനിക്കറിയില്ല. പിന്നെ കോക്രോച്ചിനെ കണ്ടാൽ എനിക്ക് വേറൊരു കാര്യം കൂടി തോന്നും, അതായത് ഞാൻ എന്തായാലും കുളിക്കണമെന്ന്. ആ ഒരു ഫീലിംഗ് തോന്നും. അതുമാത്രമാണ് ഞാനിപ്പോൾ പേടിക്കുന്നൊരു കാര്യം, വേറൊന്നും തന്നെ ഇല്ല. എന്റെ ചോദ്യം എന്താണെന്നാൽ, ഇതുവരെ നിങ്ങൾ എത്ര മ്യൂസിക് കൺസേർട്ടുകൾ ചെയ്തിട്ടുണ്ട്? ഇതുവരെ ഏതെങ്കിലും ഒരു ഫാൻ ക്രേസി ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഫാൻസോ? അതെ സർ. അതെ, വളരെ ക്രേസി ആയിട്ട് ഒരാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ചോദിച്ചതല്ല, അവർ സ്റ്റേജിന്റെ മുന്നിൽ വെച്ച് വളരെ ഉച്ചത്തിൽ അലറിയതാണ്. അത് ടീഷർട്ട് അഴിക്കൂ. സോ ഞാൻ അവരോട് പറഞ്ഞു, ഞാനിവിടെ ഫണ്ണ് പ്രസന്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്, എൻ്റെ ശരീരം പ്രസന്റ് ചെയ്യാനല്ല എന്ന്. ഫറാൻ, താങ്കളോട് ഞങ്ങൾ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു. താങ്കളുടെ ഫിലിംസിനെ കുറിച്ച്, താങ്കളുടെ ജീവിതത്തെക്കുറിച്ച്, താങ്കളുടെ കോൺട്രവേഴ്സിയെയും കുറിച്ചും. ഇതിൽ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഒന്നും തന്നെ മറയ്ക്കാൻ ആഗ്രഹിച്ചില്ല. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ഓപ്പണായിട്ട് ഉത്തരം നൽകി. താങ്ക് യു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ റിട്ടയർഡ് മേജർ ജനറൽ സഞ്ജയ് സൂര്യയുടെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫറാൻ അക്തറിനോടാണ്. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ റിട്ടയർഡ് മേജർ ജനറൽ സഞ്ജയ് സൂര്യയുടെ ജഡ്ജ്മെന്റ് നോക്കാം. ഇന്നത്തെ കേസിൽ ഫറാൻ അക്തറിന്റെ മേൽ രജിത് സാർ അവർകൾ ഒരുപാട് കുറ്റങ്ങൾ ചുമത്തി. അതിന് ഫറാൻ അക്തർ അവർകളും നന്നായി ഉത്തരം നൽകി. പിന്നെ ഞാൻ ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും നന്നായി ചെയ്യും, നല്ല കഠിനാധ്വാനം ചെയ്യും. അത് നിങ്ങളുടെ ഉത്തരങ്ങളിൽ നിന്നും മനസ്സിലായി. പിന്നെ അതിലേക്ക് നിങ്ങൾ പൂർണ്ണമായും ഇൻവോൾവ് ആകും. എന്റെ റെജിമെന്റിൽ രജിത് സാർ പറഞ്ഞതുപോലെ എക്സോബീസ് ബഹദൂർ എന്നൊരു പടം എടുത്തിട്ടുണ്ട്. അത് രാജ്യത്തിന് ഒരു നല്ല സന്ദേശമാണ് നൽകിയത്. അത് റസാഖിന്റെ പോരാട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ്. അതും ഒരു സന്ദേശം നൽകും. അത് എഴുതിയും വെച്ചിട്ടുണ്ട്. എല്ലാവരും എന്തെങ്കിലും മരിക്കും. എപ്പോൾ ഒരാൾ അദ്ദേഹത്തിന്റെ രാജ്യം, സംസ്കാരം, അടയാളം, പിന്നെ മുൻഗാമികളുടെ ഉപദേശപ്രകാരം ജീവൻ പോലും ത്യാഗം ചെയ്യുന്നുവോ, അതിനേക്കാളും ഒരു നല്ല മരണം വേറെ ഉണ്ടാവില്ല.
നിങ്ങൾ എങ്ങനെ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി 10,000 അടി ഉയരത്തിലേക്ക് പോയോ? കുറഞ്ഞ ഓക്സിജൻ, തണുത്ത പ്രദേശം, ഒരു ഭടന്റെ ജീവിതമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ നല്ല വികാരങ്ങളെ കാണിക്കുന്നു. ഇതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പടം സൂപ്പർ ഹിറ്റ് പടമാകും. പിന്നെ എല്ലാവരും ഈ പടം തിയേറ്ററിൽ പോയി കാണണം, കാരണം അതിൽ നല്ല മെസ്സേജുകൾ ഉണ്ട് എന്നതാണ്. ഞാൻ നിങ്ങളുടെ ഉത്തരങ്ങൾ, പിന്നെ നിങ്ങളുടെ നല്ല മനസ്സ് കണ്ട് നിങ്ങളെ എല്ലാ കുറ്റാരോപണങ്ങളിൽ നിന്നും ബഹുമാനപൂർവ്വം മോചിതനാക്കുന്നു. പിന്നെ എന്റെ ഭാഗത്തു നിന്ന് ഒരേ ഒരു ശിക്ഷ മാത്രം നൽകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിനു വേണ്ടി ഇതുപോലെയുള്ള മറ്റൊരു പടം കൂടി സംവിധാനം ചെയ്യണം. തീർച്ചയായും ഞാൻ ചെയ്യും. താങ്ക് യു. ഫർഹാൻ അക്തർ ഇതുപോലെ തന്നെ എല്ലാ ജനങ്ങളെയും എന്റർടൈൻ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ രാജ്യത്തെ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന പടങ്ങൾ എടുക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതാണ്. നന്ദി, നമസ്കാരം.